പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ മാസം 2025 ജനുവരി 21 തൃശ്ശൂർ വെച്ച് ഹംസ എന്ന വ്യക്തിയുമായി ആലുവയിലുള്ള ഹംസയുമായി ഒരു ഡിബേറ്റ് നടക്കുവാൻ സാഹചര്യമുണ്ടായി. അതിലെ വിഷയം രക്ഷയ്ക്ക് അല്ലെങ്കിൽ നിത്യജീവന് ആധാരമായത് യേശുവിൻ്റെ കുരിശുമരണമാണോ അതോ ന്യായപ്രമാണമാണോ? ഇതാണ് വിഷയം. ഇത് ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചർച്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദം ബൈബിൾ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണമല്ല രക്ഷയ്ക്കുള്ള ആധാരം, പിന്നെയോ ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ചർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ജനുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. ആരോ കൊടുത്ത നമ്പറാണ്. ഏതോ വ്യക്തിയോട് അദ്ദേഹം ഡിബേറ്റിൽ ഇങ്ങനെ ഏർപ്പെടുകയും അപ്പോൾ അവർ എന്ത് ചെയ്തു, ഇങ്ങനെ എൻ്റെ നമ്പർ നൽകുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്നോട് സംവദിക്കൂ, എന്നിട്ട് പറയൂ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത് കൊണ്ടാണ് ഈ നമ്പർ കിട്ടിയിട്ട് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് സംസാരിച്ചാൽ മതി എന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അപ്പോൾ പോരാരും നേരിട്ട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രക്ഷയെക്കുറിച്ചുള്ള ഈ സബ്ജക്റ്റ് പറഞ്ഞു. നിത്യജീവൻ എന്ന വാക്കാണ് അത് ഉപയോഗിച്ചത്. നിത്യജീവനെ എന്താണ് അടിസ്ഥാനമായിട്ടുള്ളത് ക്രിസ്തു മതത്തിൽ? യേശുവിൻ്റെ കുരിശുമരണമാണോ അതോ ന്യായപ്രമാണം പാലിക്കുന്നതാണോ? ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സബ്ജക്റ്റ് പറയും, നിങ്ങൾ മുസ്ലിം ആണല്ലോ, നിങ്ങളുടെ സബ്ജക്റ്റും ഞങ്ങളുടെ സബ്ജക്റ്റും തമ്മിൽ അങ്ങനെ ഡയലോഗ് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായി ക്രൈസ്തവ ഇസ്ലാം സംവാദങ്ങളിൽ പലപ്പോഴും അവരുടെ ദൈവത്തെയോ അല്ലെങ്കിൽ അവരുടെ പുസ്തകത്തെയോ അവരുടെ പ്രവാചകനെയോ അപമാനിക്കുന്ന രീതിയിൽ, നിന്ദിക്കുന്ന രീതിയിൽ ഡയലോഗ്സ് വരും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനൊരു ഡിബേറ്റിന് കടന്നു വന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കാനുണ്ടായത്. അങ്ങനെയെങ്കിൽ നമുക്ക് സുവിശേഷം പറയുവാനായിട്ട്, വചനം പറയുവാനുള്ള അവസരം, അത് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവവചനം സംസാരിക്കുക, സുവിശേഷം നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായതുകൊണ്ട് ഞാൻ ആ സംവാദത്തിന് പിന്നീട് തയ്യാറാവുകയായിരുന്നു. എങ്കിലും ആ ഒരു അവസരത്തിലൂടെ അനേകർക്ക് സുവിശേഷം നൽകാമല്ലോ, യേശുവിനെ പരിചയപ്പെടുത്താമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തെ ഞാൻ വിജയിക്കുക തന്നെ ചെയ്തു എന്ന് ഞാൻ പറയട്ടെ. അങ്ങനെയാണ് ഈ സംവാദത്തിന് നിശ്ചയ ഓഫ് ട്രൂത്ത്, നിങ്ങൾക്കറിയാവുന്നതുപോലെ MM അക്ബറും മുഹമ്മദ് ഈസയ്ക്കുള്ള അതേ ടീം തന്നെയായിരുന്നു. അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ആ ടീമിലുള്ളവരാണ് നിശ്ചയ ഓഫ് ട്രൂത്ത് എന്നുള്ള, അവരാണ് വന്നിരുന്നത് എന്നുള്ള കാര്യം. അവരാണ് അത് യൂട്യൂബിൽ ഇട്ടത്. അത് കാരണം നമുക്ക് മനസ്സിലായി നിശ്ചയ ഓഫ് ട്രൂത്ത് ആണ് വന്നത്. അദ്ദേഹവുമായി സംസാരിക്കുവാനുള്ള സാഹചര്യം വന്നു. ഇതായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. തൃശ്ശൂർ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംവാദം നടക്കുകയുണ്ടായി. ഈ സംവാദത്തിന്റെ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളാണ് നടന്നത്. അതായത് ആദ്യം എൻ്റെ ഒരു വിഷയാവതരണം, തുടർന്ന് അദ്ദേഹത്തിന്റെ വാദഗതി മുന്നോട്ട് വയ്ക്കുന്നു, വിഷയം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ വാദഗതിയെ ഖണ്ഡനം ചെയ്യുന്നു, അദ്ദേഹം എൻ്റെ വാദഗതിയെ ഖണ്ഡനം ചെയ്യുന്നു. അതിനുശേഷം ആ ഖണ്ഡനത്തിന് ഞാൻ മറുപടി പറയുന്നു, അദ്ദേഹം എൻ്റെ ഖണ്ഡനത്തിനെയും മറുപടി പറയുന്നു. അതിനുശേഷം പരസ്പരം 3 ചോദ്യങ്ങളും അതിന് 3 ഉപചോദ്യങ്ങളും, ഇതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടീഷൻ. അതിനുശേഷം കൺക്ലൂഷൻ. ഒരു 5 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംവാദത്തിന്റെ മേഖലയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനുള്ള അവസരമായി സംവാദത്തിന്റെ ആദ്യത്തെ ഭാഗത്തെ ഞാൻ എടുക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് കാരണമായത്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം എങ്ങനെയാണ് രക്ഷാകരമായത്, ഈ ഒരു വസ്തുത ഞാൻ അവതരിപ്പിച്ചു. ന്യായപ്രമാണം എങ്ങനെ കടന്നു വന്നു, വിവിധ മതങ്ങളിൽ എങ്ങനെ കടന്നു വന്നു, വിവിധ മതങ്ങളിലെ വിവിധ രാജാക്കന്മാര് അവരുടെ ഭരണത്തിന് വേണ്ടി മതങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു, ഈ വിഷയങ്ങളെല്ലാം സവിസ്തരം ഞാൻ പ്രസ്താവിച്ചു. എൻ്റെ പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത്, ഞാൻ മുന്നോട്ട് വെച്ചത്, പല ഭരണാധികാരികളും അവർ ഉദ്ദേശിക്കുന്നത്
അവർ പ്രഖ്യാപിക്കുന്ന പ്രമാണങ്ങൾ അത് ദൈവികമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തൻ്റെ പ്രമാണത്തിനനുസരിച്ച് തങ്ങളുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുക. ജനങ്ങൾക്ക് മുമ്പിൽ രാജാവ് പറയുന്ന സകല നിയമങ്ങളും ദൈവിക നിയമങ്ങളാണ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ രാജാവിനെ പ്രതിയല്ല, ഭരണാധികാരിയെ പ്രതിയല്ല, പിന്നെ ദൈവത്തെ പ്രതി രാജാവിന്റെ നിയമങ്ങളെല്ലാം അനുസരിക്കും. അങ്ങനെ ശക്തമായ ഒരു ഭരണ സംവിധാനം നിലകൊള്ളും. ഇതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കിത് കാണാം. എല്ലാ മതങ്ങളിലെയും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ദൈവം എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം, ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദൈവം. ആ ദൈവം ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇടയ്ക്കിടെ പ്രവാചകന്മാരെ അയക്കുന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ അയക്കുന്നു. അവർ വിവിധ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷം ലഭിക്കും, സ്വർഗം ലഭിക്കും. ഈ ഒരു വിഷയം തന്നെയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ ഒരു വിഷയം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ മതങ്ങളിലും കാണാം. ബുദ്ധമതത്തിലാണെങ്കിലും അതൊരു ത്രിവിധ മാർഗങ്ങൾ, ജൈന മതത്തിലാണെങ്കിൽ അഷ്ടാംഗ മാർഗങ്ങൾ, ഹിന്ദു മതത്തിലാണെങ്കിൽ കർമ്മശാസ്ത്രം, ഇനി ഇസ്ലാം മതത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നു, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി കുറെ നിയമങ്ങൾ കൊടുക്കുന്നു, നബിചേരി കൊടുക്കുന്നു, അതനുസരിച്ച് ജീവിക്കുക, സ്വർഗത്തിലേക്ക് പോവുക. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം മോശയ്ക്ക് പ്രമാണങ്ങൾ നൽകി, ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. പക്ഷെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടുമെന്നുള്ള പ്രത്യാശ ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നില്ല. ബൈബിളിൽ നോക്കി നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് ആയിക്കൊള്ളട്ടെ, യാക്കോബ് തൻ്റെ മകൻ ജോസഫ് മരിച്ചുപോയി എന്ന് അറിഞ്ഞിട്ട്, യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, മക്കളോട് വിലപിക്കുന്ന ഇപ്രകാരമാണ്: എൻ്റെ മകൻ ജോസഫിന്റെ അരികിലേക്ക് ഞാൻ പാതാളത്തിലേക്ക് പോകും എന്നാ പറയുന്നത്. പാതാളത്തിൽ എനിക്കൊരു വിശ്രമം നൽകുകയില്ലേ നിങ്ങൾ എന്നാണ് യാക്കോബ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ പറ്റി പറയുമ്പോഴും, മോശയുടെ പ്രമാണം അനുസരിച്ച് പറയുമ്പോൾ, ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ 1000 തലമുറ വരെ ഭംഗിയായി ജീവിക്കാം കാനാൻ ദേശത്ത്. അല്ല, നീ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ 7 തലമുറ വരെ നീ ശിക്ഷിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള പ്രബോധനമാണ് പഴയ നിയമത്തിൽ തോറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. സംവാദത്തിന്റെ ആദ്യത്തെ വിഷയാവതരണം മുതൽ തന്നെ ഹംസ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായത്. കാരണം ഈ സംവാദത്തിന്റെ പ്രത്യേകത ഇത് ഏകവിഷയമാണ്. ക്രൈസ്തവ വിഷയം തന്നെ ബൈബിൾ വെച്ച് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് അദ്ദേഹത്തിന് സംശയം മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം അവരുടെ വിഷയം എടുക്കേണ്ടതില്ലല്ലോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ബ്രദറെ അവരുടെ വിഷയം ഡയറക്റ്റ് എടുക്കാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്കാതെ അവസാനിപ്പിക്കാൻ വരുന്നില്ല ഈ സംവാദം എന്ന് പറയുകയുണ്ടായി. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സുവിശേഷം മറ്റു മതങ്ങളെ നിന്ദിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ചത്. അപ്പൊ അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ മൂടുപടം എന്നൊക്കെ പറയില്ലേ, നിയമത്തിന്റെ മൂടുപടം, അത് കാരണം കൊണ്ട് അവർക്കത് വ്യക്തമാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു അവലോകനമായി ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ ആ സംവാദത്തിൽ അവതരിപ്പിച്ച അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവർ അതിനുശേഷം ഒരു അവലോകനം എടുത്തപ്പോൾ ഇതിനൊന്നും ഉത്തരം കണ്ടില്ല എന്നവർ പറയുന്നത്. ആ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം: യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താലാണ് രക്ഷയെന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പുള്ള ആളുകൾ എങ്ങനെ രക്ഷ പ്രാപിച്ചു? ഒരു നല്ല വാലിഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. കാരണം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷമാണ് രക്ഷയെങ്കിൽ അതിനു മുമ്പുള്ള ആളുകൾ രക്ഷ പ്രാപിച്ചത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഈ ഒരു വിഷയം അദ്ദേഹം പറയുമ്പോൾ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റ് സഭകളുമായി സംസാരിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇതിനെ ഉത്തരം ക്രിസ്ത്യാനികൾക്ക് ഇല്ല എന്നൊരു ധാരണ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് ഇതിനെപ്പറ്റി വളരെ വ്യക്തമായ പിക്ചറുണ്ട്. ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ തന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിഷയാവതരണത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്.
എന്താണ് ഞാൻ നൽകിയ ഉത്തരമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പറയുകയാണ്. യേശുക്രിസ്തുവിന് മുമ്പ് വരെ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധരും, നിയമം അനുസരിച്ച് ജീവിച്ച എല്ലാവരും പാതാളം എന്ന അവസ്ഥയിൽ സൂക്ഷിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ബൈബിളിൽ ഇത് കാണാട്ടോ. യാക്കോബ് തൻ്റെ മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെ വിലപിക്കുന്നു, നിങ്ങൾ എൻ്റെ ആത്മാവിന് പാതാളത്തിൽ സമാധാനം നൽകുകയില്ലേ എന്നാ ചോദിച്ചത്. ബൈബിളിൽ ഇതിന് പറയുക അബ്രാഹത്തിന്റെ മടി എന്നാണ്. ഈ പാതാളം എന്ന അവസ്ഥയിൽ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലത്തെ അത് യേശു തന്നെ തന്റെ ഉപമയിൽ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ലാസർ മരിച്ച് അബ്രാഹത്തിന്റെ മടിയിലായിരുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ പോയി എന്നല്ല. അബ്രാഹത്തിന്റെ മടി സ്വർഗമല്ല. അബ്രാഹത്തിന്റെ മടി എന്ന് പറയുന്നത് പാതാളം എന്ന അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് മരിച്ചുപോയ വ്യക്തികൾ സ്വർഗത്തിലേക്ക് പോകാത്തത്? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധി ഓരോ ആത്മാവിനും വേണം. ഭൂമിയിൽ ജീവിക്കുന്ന സകലരും പാപികളായതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധിയോടൊപ്പം നിൽക്കാൻ സാധ്യമല്ലാത്തതിനാൽ സ്വർഗത്തിൽ അവർക്ക് പ്രവേശനം ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിക്കൊപ്പം നിൽക്കുന്ന ഒരു വിശുദ്ധീകരണം, സഹനത്തിലൂടെയുള്ള ഒരു വിശുദ്ധീകരണം അതിനാവശ്യമാണ്. അത് യേശുക്രിസ്തു കുരിശിലാണ് പൂർത്തീകരിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തു കുരിശിൽ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ആത്മാക്കൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഇതേ പാതാളത്തിലേക്ക് കടന്നില്ലെന്നു. യേശുക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നു. എന്നാൽ യേശുവിന്റെ ആത്മാവിലും യേശുവിന്റെ ശരീരത്തിലും ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ദൈവം പാതാളത്തിൽ പ്രവേശിച്ചു, അബ്രാഹത്തിന്റെ മടിയിൽ പ്രവേശിച്ചു. നമുക്കറിയാമല്ലോ, നമ്മുടെ വിശുദ്ധ കുർബാനയിലെല്ലാം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ സർവാധിപനാം കർത്താവ് എന്ന ഗാനം ആലപിക്കുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമാണ്, മർത്യന് നിത്യമഹോന്നതമാം ഉത്തമ രക്ഷയുമേകുന്നു. മർത്യന് നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു, അക്ഷയമാവേണ്ട ആത്മാവിന് ഉത്തമ രക്ഷയുമേകുന്നു. ഇത് ആദം പാടിയ പാട്ടാണ്. ആദം യേശുക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്ന പാട്ടായിട്ടാണ് സഭാപിതാക്കന്മാർ ഇതിനെ പറയുന്നത്. അങ്ങനെ പാതാളത്തിലേക്ക് യേശുവിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ദൈവം പാതാളത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവം ചൊല്ലുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സ്വർഗം. അപ്പോൾ ഈ ആത്മാക്കളെല്ലാം തന്നെ യേശുക്രിസ്തു ദൈവം പാതാളത്തിൽ വന്നതോടുകൂടി സ്വർഗീയ അവസ്ഥയിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് യേശു മരിച്ചപ്പോൾ പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നത്. 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ബന്ധനസ്ഥരായി ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പത്രോസ് ലീഹ തന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇങ്ങനെ വ്യക്തമായി യേശുക്രിസ്തുവിന് മുമ്പുള്ള ആത്മാക്കളെ എങ്ങനെയാണ് യേശുക്രിസ്തു രക്ഷിച്ചത് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ അനുസരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു വിഷയം ഞാൻ വിഷയാവതരണത്തിൽ പറഞ്ഞപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇവർക്കത് വ്യക്തമായില്ല. ഇതായിരുന്നു ഹംസയുടെ പ്രധാനപ്പെട്ട 1-ാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. പിന്നെ 2-ാമത് ഞാൻ ചോദിച്ച മറ്റൊരു ചോദ്യം, അബ്രാഹമാണല്ലോ വിശ്വാസികളുടെ പിതാവ്. അബ്രാഹം എങ്ങനെ രക്ഷ പ്രാപിച്ചു? നിയമം അനുഷ്ഠിച്ചിട്ടാണല്ലോ രക്ഷ പ്രാപിച്ചത് എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ ബഹുഭാരിത്വം യേശുക്രിസ്തു പാപമാണെന്ന് പ്രഖ്യാപിച്ചു. ഒരു പുരുഷന് ഒരു സ്ത്രീയേയുള്ളൂ. ഏദൻ തോട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതിനാൽ ഒരു പുരുഷന് ഒരു സ്ത്രീ മതി എന്ന് യേശു പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഹംസ ചോദിച്ച ചോദ്യം, അബ്രാഹത്തിന് ബഹുഭാരിത്വമുണ്ടല്ലോ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹം അനേകം ഭാര്യമാരുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമുക്കും ബഹുഭാരിത്വം അനുവദനീയമാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതും അബ്രാഹത്തിന് അടിമ സ്ത്രീകളായ ഭാര്യമാരുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനതിന് മറുപടി നൽകുകയുണ്ടായി. അബ്രാഹത്തിന് ഒരു ഭാര്യയേ ഉള്ളൂ, സാറ. സാറയ്ക്ക് മക്കളില്ലാതായപ്പോൾ
സാറായുടെ ദാസിയെ സാറ അബ്രാഹത്തിന് ഭാര്യയായി നൽകി. എന്തിനു വേണ്ടി? വാടക ഗർഭധാരണത്തിന് വേണ്ടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു കുഞ്ഞിനെ നൽകുന്നു. യഥാർത്ഥത്തിൽ അബ്രാഹത്തിന് എത്ര ഭാര്യയുണ്ട്? ബൈബിൾ അടിസ്ഥാനമാക്കി നോക്കിക്കഴിഞ്ഞാൽ അബ്രാഹത്തിന് ഒരു ഭാര്യയേ ഉള്ളൂ, സാറ. സാറായ്ക്ക് മക്കളില്ലാതായപ്പോൾ സാറ പറയുന്ന കാര്യമാണ്, എൻ്റെ ദാസിയായ ഹാഗാറിൽ നീ ഒരു കുഞ്ഞിനെ എനിക്ക് തരിക, നമുക്ക് മക്കളില്ലല്ലോ. അങ്ങനെ സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് ഭാര്യയായി നൽകി. അതിലൊരു കുഞ്ഞുണ്ടായി, ഇസ്മായേൽ. അപ്പോൾ ഇത് ഒരു യഥാർത്ഥത്തിൽ വാടക ഗർഭധാരണം പോലുള്ള ഒരു സിസ്റ്റമാണ്. അതല്ലാതെ അബ്രാഹത്തിന് ബഹുഭാര്യത്വം ഉണ്ടായതല്ല, അബ്രാഹത്തിന്റെ അടിമഭാര്യയുമല്ല ഹാഗാർ. കാരണം എന്താണെന്നറിയാമോ? ഹാഗാറിനെയും ഇസ്മായിലിനെയും സാറ പുറത്താക്കുമ്പോൾ സാറ അബ്രാഹത്തോട് പറയുന്നുണ്ട്. അപ്പൊ അബ്രാഹം പറയുന്ന മറുപടി എന്താ? അവൾ ഇപ്പോഴും നിന്റെ ദാസിയാണല്ലോ, നീ നിനക്കിഷ്ടമുള്ളത് അവളോട് ചെയ്തു കൊള്ളുക. എന്നിട്ട് സാറ ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കി. ഇത് നമുക്ക് ബൈബിളിൽ കാണാം. അപ്പോൾ അബ്രാഹത്തിന് ഒരു ഭാര്യയെ യഥാർത്ഥത്തിലുള്ളൂ, സാറ. സാറ മരിക്കുന്നു. സാറ മരിച്ചതിന് ശേഷം അബ്രാഹം വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, കെത്തൂറ. അപ്പോൾ അബ്രാഹത്തിന് ഔദ്യോഗികമായി 2 ഭാര്യയുള്ളത്, ഒന്ന് സാറ, 2 കെത്തൂറ. സാറായ്ക്ക് ഒരു മകനുണ്ട്, ഇസഹാക്ക്. കെത്തൂറയ്ക്ക് 5 മക്കളുണ്ട്. ഇതാണ് അബ്രാഹത്തിന് 2 യഥാർത്ഥ ഭാര്യമാരിലുള്ള മക്കളും. അബ്രാഹത്തിന് സാറായുടെ ദാസിയായ ഹാഗാറിൽ ഉണ്ടായ കുഞ്ഞാണ് ഇസ്മായിൽ. ഹാഗാർ യഥാർത്ഥത്തിൽ ഔദ്യോഗിക ഭാര്യയുമല്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക. സാറ മരിച്ചതിന് ശേഷമാണ് കെത്തൂറയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അബ്രാഹത്തിന് എത്ര ഭാര്യമാരുണ്ട്? ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ഏക ഭാര്യാവൃതം അനുഷ്ഠിച്ച വ്യക്തിയാണ് അബ്രാഹം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ആർഗ്യുമെന്റ്, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ഭാര്യമാരുണ്ടല്ലോ, അപ്പോൾ അടിമ സ്ത്രീകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ബൈബിൾ അടിസ്ഥാനമാക്കി അത് യഥാർത്ഥമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അബ്രാഹം, മോശ, ഇവർക്കെല്ലാം ദൈവം നിയമം കൊടുത്തു. ആ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിയമം യേശു പ്രഘോഷിച്ചു. എന്നിട്ട് അതിനുശേഷം മുഹമ്മദ് ഒരു നിയമം കൊടുത്തു. അപ്പോൾ മുഹമ്മദ് കൊടുത്ത നിയമവും, അതായത് ഖുർആൻ, മോശയ്ക്ക് കൊടുത്ത നിയമവും, അതായത് തൗറാത്ത്, ഇത് 2 പോലെ ആയിരിക്കും പുതിയ നിയമം അഥവാ ഇഞ്ചീൽ, അതായത് യേശുവിന് നൽകിയ നിയമം എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ ഞാൻ സവിസ്തരം എന്താണ് യേശു ക്രിസ്തുവിന്റെ നിയമവും മോശയുടെ നിയമവും തമ്മിലുള്ള വ്യത്യാസമെന്ന് അവതരിപ്പിച്ചു. യേശു ക്രിസ്തുവിനെ മറ്റു പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമായി ഇവർ കണക്കാക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായി മോശയുടെ പ്രമാണങ്ങളും യേശു ക്രിസ്തുവിന്റെ പ്രമാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അതായത് മോശയ്ക്ക് നൽകിയ പ്രമാണം അപൂർണമാണ്, യേശുവിന് നൽകിയ പ്രമാണം പൂർണ്ണതയുള്ളതാണ്. അഥവാ യേശുവിന് നൽകിയ പ്രമാണം എന്ന് പറയുന്നത് ശരിയല്ല. കാരണം യേശു തന്നെയാണ് പ്രമാണം പറയുന്നത്. മോശയ്ക്ക് പ്രമാണം ലഭിക്കുകയാണ് ചെയ്തത്. ഇവ പറയുന്നത് പോലെയാണെങ്കിൽ മുഹമ്മദിനും പ്രമാണം ലഭിക്കുകയാണ് ചെയ്തത്. എന്നാൽ യേശുവിന് അങ്ങനെ ഒരു പ്രമാണം ലഭിക്കുന്നതായിട്ട് ബൈബിളിൽ കാണാൻ പറ്റില്ല. പിന്നെയോ യേശുവിന്റെ പ്രഘോഷണ രീതി എന്താ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മോശ പറയുന്നത് എന്താ? ദൈവം എന്നോട് ഇങ്ങനെ അരുളി ചെയ്തു. പഴയ നിയമത്തിലെല്ലാം കാണാം കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു എന്നെല്ലാം പറയും. എന്നാൽ യേശു പറയുന്ന പ്രമാണങ്ങൾ, അത് യേശു പറയുന്ന പ്രകാരമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പ്രമാണം അവതരിപ്പിച്ച് കിട്ടുന്നൊന്നുമില്ല യേശുവിന്. ഇത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ യേശു പറയുന്ന പ്രമാണത്തിന്റെ പ്രത്യേകത, അത് പൂർണ്ണതയുള്ളതാണ്. അത് കാലങ്ങൾ അതിജീവിക്കും. ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനങ്ങൾ നീങ്ങിപ്പോകുകയില്ല. അതാണ് ഈശോ പറയുന്നത്. അത് യഥാർത്ഥമാണെന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ? ആദ്യമായി ഈ ലോകത്തോട് ഒരു പുരുഷനൊരു സ്ത്രീ മതി എന്ന് പറഞ്ഞത്, വിവാഹത്തിന് ഒരു പുരുഷനൊരു സ്ത്രീ മതി എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. ഇന്നത് ലോകം അംഗീകരിക്കുന്നില്ലേ? വേറെ ഏതെങ്കിലും മതത്തിൽ ഇങ്ങനെയൊരു നിയമമുണ്ടോ? എല്ലാവരും ബഹുഭാര്യത്വമല്ലേ പ്രഘോഷിച്ചത്? എന്നാൽ യേശു വളരെ വ്യക്തമായി
വിവാഹത്തിൽ ഒരു പുരുഷനും സ്ത്രീയേ ഉള്ളൂ. കാരണം യേശുവിൻ്റെ പ്രമാണം പൂർത്തീകരിക്കപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന മോശയുടെ പ്രമാണം. മറ്റെല്ലാവരുടെ പ്രമാണം അങ്ങനെ തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രമാണം കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല. കാരണം എന്താ? ഞാൻ ആ ഡിബേറ്റിൽ പറയുന്നുണ്ട്. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത് യേശു ക്രിസ്തു നൽകുന്നത് അനുരഞ്ജനത്തിന്റെ നിയമമാണ്, ഒരു കോംപ്രമൈസിങ്. അതായത് മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവർക്കിടയിൽ പരസ്പരം ഉണ്ടാകേണ്ട ധാരണ മാത്രമാണ്, അല്ലാതെ ലോകത്തിന് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിയമമല്ല യേശുവിൻ്റെ നിയമം എന്നാണ് അദ്ദേഹം അതിലെ സംവാദത്തിൽ സമർത്ഥിക്കുന്നത്. ദൈവം മനുഷ്യർക്കിടയിൽ ജീവിക്കുവാൻ ഇങ്ങനെ ഒരു നിയമം കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത്. ഏത്? കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല, ഇടത് കർണത്തടിച്ചാൽ വലത് കർണം കാണിച്ചു കൊടുക്കണം. ഏത് കോടതിയിലാണ് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റുക എന്നാ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ അതിനെ കൗണ്ടർ ചെയ്ത് പ്രകാരം വളരെ സിമ്പിൾ. ഒരു പിതാവിന് 2 മക്കളുണ്ട്. ഒരുവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു മറ്റവനെങ്കിൽ ഏതെങ്കിലും പിതാവ് പറയുമോ അപരന്റെയും കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ? അതായത് 2 മക്കളും കണ്ണുപൊട്ടന്മാരായി നടക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്, അപ്പൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ഒരു സ്നേഹനിധിയായ ഒരു അപ്പൻ ഭൂമിയിൽ പറയുമെങ്കിൽ, ഒരു പിതാവ് ഇങ്ങനെ ഭൂമിയിൽ പറയുമെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം പരിപൂർണനായവൻ ഇതിനും നല്ല നിയമം കൊണ്ടുവരേണ്ടതല്ലയോ? അതല്ലേ ദൈവിക നിയമം, അതല്ലേ ദൈവിക ധാർമ്മികത? ദൈവത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ദൈവം പരിശുദ്ധനാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ദൈവം പരിശുദ്ധനല്ല. ദൈവം പറയുന്നത് എന്തോ അതാണ് ശരി. ദൈവം നന്മ പറഞ്ഞാൽ അത് ശരി, ദൈവം തിന്മ പറഞ്ഞാൽ അതാണ് ശരി. എന്നാൽ അങ്ങനെയല്ല. യഹൂദ കൺസെപ്റ്റിലും ക്രിസ്തുമത കൺസെപ്റ്റിലും ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധമായിരിക്കും. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പൂർത്തീകരണമായിരിക്കും. സ്നേഹത്തിൽ കുറഞ്ഞുകൊണ്ടുള്ള പ്രബോധനം പറയാൻ യേശുവിന് പറ്റില്ലെന്നേ. കാരണം യേശു ദൈവമാണ്. അല്ലെങ്കിൽ ദൈവമായ വ്യക്തി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചാൽ, ദൈവം ഭൂമിയിൽ അവതരിച്ചാൽ പറയുന്ന നിയമം തീർച്ചയായും പൂർണ്ണതയുള്ള നിയമമായിരിക്കണം. അതാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ദൈവത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യാസമായി യേശുവിൻ്റെ ഡിവിനിറ്റി, ദൈവത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ പൂർണ്ണതയുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിന് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. മോശയുടെ പ്രമാണങ്ങൾ നമുക്ക് ചലഞ്ച് ചെയ്യാം. മുഹമ്മദിന്റെ ഇവരുടെ പ്രമാണങ്ങളെല്ലാം തെരുവിലിട്ട് ആളുകൾ വെല്ലുവിളിക്കും. പക്ഷേ യേശു ക്രിസ്തുവിന്റെ നിയമങ്ങൾ അത് പൂർണ്ണതയുള്ളതാ. അതിലേക്ക് എത്താൻ പറ്റുമോ എന്നാണ് മനുഷ്യകുലം ശ്രമിക്കുന്നത്. അപ്പൊ ദൈവം നൽകുന്ന നിയമം ഭൂമിയിൽ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെന്നാണ് ഹംസനോട് ചോദിച്ചത്. ദൈവം നൽകുന്ന നിയമങ്ങൾ ഭൂമിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ആ മനുഷ്യർ ദൈവത്തെ പോലെ ആകണം, പരിശുദ്ധരായിരിക്കണം. പരിശുദ്ധരല്ലാത്തത് കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റാത്തത്. പക്ഷേ ഒരു മനുഷ്യൻ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള നിയമമാണ് നിർമ്മിക്കേണ്ടത്. അത് യേശു പറയുക, ഇതാണ് നിയമം. അപ്പൊ ഈ നിയമത്തിലേക്ക് നിങ്ങൾ വളരണം. വളർന്നുകൊണ്ടിരിക്കുക, ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞ പ്രബോധനങ്ങൾക്ക് അടിസ്ഥാനമായി ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഉദാഹരണം ഞാൻ പറയാം. ആർത്തവമുള്ള സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടുമോ ഇല്ലയോ? ലോകം നോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ അറിയാം ഇതൊരു അശുദ്ധമായ കാര്യമല്ല. സ്ത്രീകൾ അതിനനുസരിച്ചുള്ള നവോത്ഥാനത്തിലേക്കും പുരോഗമനത്തിലും എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിന് അനുഗുണമായ അല്ലെങ്കിൽ അടിസ്ഥാനമായിരിക്കുന്ന നിയമം ആരുടെയാണ്? യേശു പഠിപ്പിച്ചു എന്നാ പറയാം. യേശു രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സ്പർശിച്ചു. ദൈവമായവൻ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സ്പർശിച്ചു. അതിനാൽ അവളുടെ രോഗം സുഖമായി. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിലെ സ്ത്രീകൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക്, അതായത് അൾത്താരയിൽ കയറി നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ അവർ അശുദ്ധരാണോ അല്ലെങ്കിൽ ആർത്തവചക്രത്തിലുള്ളവരാണോ അതൊന്നും അന്വേഷിക്കാറില്ല. കാരണം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പാപമല്ലെന്നേ. അപ്പൊ ഈ ഒരു യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ പരിപൂർണതയുടെ നിയമം യേശു കൊടുക്കുക, ഒരു സ്നേഹത്തിന്റെ നിയമം. മറ്റുള്ളവർക്കൊന്നും ഈ നിയമം അറിഞ്ഞുകൂടാ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്? യേശുവിന്റെ നിയമം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട നിയമമാണ്. മറ്റു പ്രവാചകന്മാർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവരിൽ നിന്ന് വ്യത്യാസമാണ് യേശു ക്രിസ്തു.
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അവർ കാണുന്നത് മറ്റു പ്രവാചകന്മാരിൽ ഒരുവൻ, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രവാചകനേക്കാൾ താഴെ. ഇങ്ങനെ കരുതുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ? യേശുവിൻ്റെ നിയമങ്ങളെ അവരുടെ കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കുകയാണ്. യേശു പറഞ്ഞ നിയമങ്ങൾ മറ്റു പ്രവാചകന്മാർ പറഞ്ഞതിൽ നിന്ന് പൂർണ്ണതയുള്ളതാണ്, വ്യത്യസ്തമുള്ളതാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങൾ ഈ ഒരു വസ്തുതയെ അംഗീകരിച്ചേ തീരൂ. മോശയുടെ പ്രമാണമല്ല, അല്ലെങ്കിൽ മുഹമ്മദിന്റെ പ്രമാണമൊന്നുമല്ല, യേശുവിന്റെ പ്രമാണത്തിന് അതിന്റെ പൂർത്തീകരണമുണ്ട്. കാരണം അവൻ ദൈവമാണ്, മറ്റു പ്രവാചകന്മാരെക്കാൾ വ്യത്യാസമുള്ളവനാണ്. അതവന്റെ പ്രബോധനത്തിൽ കാണാം, പഠനത്തിൽ കാണാം. പഠിക്കൂ. വെറുതെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ വെറുതെ ഒന്ന് വായിച്ചു നോക്കൂ. മഹാത്മാഗാന്ധി വായിക്കുന്ന ഭാഗം അത്. എങ്ങനെയാണ് നിയമം എന്നുള്ള കാര്യം വ്യക്തമായി യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുത അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ പൂർത്തീകരണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്നറിയാമോ? മോശയ്ക്ക് കൊടുത്ത അതേ ന്യായപ്രമാണമാണ് യേശു പ്രസംഗിക്കുന്നതെന്നാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ എന്തിനാണ് യഹൂദന്മാർ കുരിശിന്മേൽ തറച്ചു കൊന്നത്? മോശയുടെ പ്രമാണങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയെ യഹൂദന്മാർ എന്തിനാണ് എതിർക്കുന്നത്? അതിന് ഹംസ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു അവരെ പുരോഹിതന്മാർക്കെതിരെ നിന്നു, പുരോഹിതന്മാരുടെ അധികാരങ്ങൾക്കെതിരെ സംസാരിച്ചു. ജനം മുഴുവൻ അവന്റെ പുറകെ പോയി. ഇതിനൊരു പ്രോബ്ലം എന്താണെന്നറിയാമോ? യേശു യൂദാ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്, പുരോഹിതന്മാർ ലേവി ഗോത്രത്തിൽപ്പെട്ട വ്യക്തികളാണ്. യേശു എത്ര വെല്ലുവിളിച്ചാലും ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്കൊരു വെല്ലുവിളിയേ അല്ല. ഇത് മനസ്സിലാക്കണേ. നമ്മൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും, ക്രിസ്ത്യാനികളെ പൗരോഹിത്യമുണ്ടല്ലോ, അപ്പോൾ പുരോഹിതന്മാർ വലിയ പ്രൗഢിയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ യേശു സംസാരിച്ചത് കൊണ്ട് യേശുവിനെ പുരോഹിതന്മാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊന്നു കളഞ്ഞു എന്ന് തോന്നുക. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ലേവിയ ഗോത്രക്കാർക്ക് മാത്രം, അതും അഹ്റോന്റെ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള കാര്യമാണ് പൗരോഹിത്യം. അങ്ങനെയുള്ള സന്ദർഭത്തില് യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യേശുവിന് ഒരിക്കൽ പോലും ഈ പൗരോഹിത്യത്തെ അവരുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കണം. ഈ ഒരു പശ്ചാത്തലം ഒന്നും അറിയാതെ ഇവരിൽ നിന്ന് വാദിക്കുക. യഥാർത്ഥത്തിൽ യേശുവിനെ കൊല്ലാനുള്ള കാരണം എന്താ? അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം മുതൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായം മുതൽ യഹൂദന്മാരുമായി യഥാർത്ഥമായ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തന നിരതനാണ്. ഈയൊരു ഡയലോഗിന്റെ അർത്ഥം എന്താ അറിയാമോ? ഞാനും ദൈവം ഒന്നാണെന്നാണ്. ഇത് കേട്ട ഉടനെ തന്നെ യഹൂദർ എന്ത് ചെയ്തു അറിയാമോ? അവനെ എറിയാൻ കല്ലുകളെടുത്തു. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്. അതിനുശേഷം പുത്രന്റെ അധികാരത്തെ പറ്റി യേശു പഠിപ്പിക്കുന്നുണ്ട്. പുത്രൻ ആരാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പിതാവ് മരിച്ചവരെ ഏർപ്പിക്കുന്നത് പോലെ പുത്രനും താൻ നിശ്ചയിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു എന്നെല്ലാം യേശു പഠിപ്പിക്കുന്ന ഒരു പ്രബോധന ഭാഗമാണ് 5-ാം അധ്യായം കാണാൻ സാധിക്കുക. തുടർന്ന് 8-ാം അധ്യായത്തിലെത്തുമ്പോൾ ഇതേപോലെ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. അവിടെ ഈശോ പറയുകയാണ്, ഞാൻ യാഹ്വയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. ഇതേപോലെ തന്നെ ഞാൻ യാഹ്വയാണെന്ന് യേശു 8-ാം അധ്യായം 28-ാം വാക്യത്തിലും പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ തന്നെ, ഏഗോ എമി എന്നാണ് ഗ്രീക്കിൽ തന്നെ പറയാ. ഏഗോ എമി പ്രയോഗം. അതായത് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവം യാഹ്വേ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, പേരിപ്രകാരം പറയുക, ഞാൻ തന്നെ, ഏഗോ എമി. ഗ്രീക്കിൽ ഏഗോ എമി, ഹീബ്രുവിലാണെങ്കിൽ യാഹ്വേ. ഈ ഏഗോ എമി എന്നൊരു പ്രയോഗം, ഞാൻ തന്നെ എന്ന പ്രയോഗം യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പല വട്ടം പറയുന്നുണ്ട്. ഞാൻ ഏഗോ എമിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അബ്രാഹത്തിന് മുമ്പേ ഏഗോ എമി യേശു സ്വയം പറയാം. അപ്പോൾ അവന് എറിയാൻ കല്ലുകൾ എടുത്തു. അപ്പോൾ ഈ ഒരു വിഷയമാണ്, താൻ ദൈവമാണെന്ന് പറഞ്ഞതാണ്,
പ്രധാനമായും യഹൂദന്മാർക്ക് യേശുവിനെ കൊല്ലാനുള്ള അടിസ്ഥാനപരമായ കാരണം. അപ്പോൾ മനസ്സിലാക്കുക, ന്യായപ്രമാണങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മോശയ്ക്ക് കൊടുത്ത പ്രമാണം ഇങ്ങനെ അപൂർണമാക്കപ്പെട്ടത്? നമ്മളറിയണം. ഞാനും ആ ഡിബേറ്റിൽ അത് പറയുന്നുണ്ട്. പ്രവാചകന്മാർ എന്ന് പറയുന്നത് മനുഷ്യരാണ്. അവർക്ക് ഈ ഒരു ദർശനം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഷൻ അവർ സ്വീകരിച്ച് മനുഷ്യർക്ക് നൽകുമ്പോൾ അതിലൊരു അപൂർണതയുണ്ട്. എങ്ങനെയാണ് അപൂർണത കടന്നു വരുന്നത്? ദൈവം കുറച്ചു മാത്രം അവർക്ക് കൊടുത്തു എന്നാണോ? അതോ പ്രവാചകന്മാർ തങ്ങൾക്ക് ലഭിച്ചിട്ടും ദൈവത്തിൽ നിന്ന് ലഭിച്ച കൽപ്പനകളെ പൂർണ്ണമായും മനുഷ്യർക്ക് കൊടുത്തില്ലെന്നാണോ? ഈ സംവാദത്തിൽ ഹംസ പറയുന്ന ഒരു കാര്യം അത്. ഞാൻ ജോലിക്ക് നിൽക്കുന്ന എൻ്റെ സ്ഥാപനത്തിലെ വ്യക്തികൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരാകണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ ജോലിക്കെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ തീരുമാനിക്കുമ്പോൾ താൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന വ്യക്തികളെ മാത്രമേ തീരുമാനിക്കൂ. അതുകൊണ്ട് ദൈവം പറയുന്നതെല്ലാം പ്രവാചകന്മാർ പറയും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇവിടെ മനുഷ്യരുടെ കാര്യമല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. ഇവിടെ എന്താ പ്രോബ്ലം എന്നറിയാമോ? ഞാനതിന് ചെറിയ ഉപമയിലൂടെ പറഞ്ഞത്, വിഷയാവതരണത്തിൽ തന്നെ ഞാനത് പറഞ്ഞു. സൂര്യൻ പ്രകാശിക്കുന്നു, ചന്ദ്രൻ രാത്രിയിൽ ആ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. ആരുടെയാണ് കുഴപ്പം? സൂര്യൻ തൻ്റെ പ്രകാശം പൂർണ്ണമായി ചന്ദ്രന് കൊടുത്തില്ലേ? കൊടുത്തു. ദൈവം തൻ്റെ പ്രകാശം പൂർണ്ണമായി പ്രവാചകന്മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രനെ ഈ പ്രകാശം ഭൂമിക്ക് നൽകുന്നതിന് ഒരു ന്യൂനതയുണ്ട്. എന്താ? തന്നിൽ നിന്ന് ലഭിച്ച പ്രകാശം സ്വീകരിക്കുവാൻ ചന്ദ്രൻ ഇത്ര മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. ചന്ദ്രൻ ആ പ്രകാശം ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചന്ദ്രൻ മാക്സിമം ദൈവത്തിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ലഭിച്ച പ്രകാശത്തെ ഭൂമിയിലേക്ക് നൽകുന്നുണ്ട്. പക്ഷേ അതിനുള്ള കപ്പാസിറ്റി ചന്ദ്രനില്ല. ദൈവത്തിൽ നിന്ന് ന്യായപ്രമാണം ലഭിക്കുന്ന ഒരു പ്രവാചകൻ മോശ ജനത്തിന് നൽകുമ്പോൾ മോശയിൽ തട്ടി ലഭിക്കുന്ന പ്രകാശമേ ലഭിക്കൂ, നിയമമേ ലഭിക്കൂ. അതിന് കാലഘട്ടത്തിൻ്റെതായ സാഹചര്യങ്ങളുടേതായ എല്ലാവിധ പോരായ്മകളിലൂടെയാണ് ആ പ്രകാശം ദൈവത്തിൻ്റെ ന്യായപ്രമാണം കടന്നു വരുന്നത്. അതിനെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സ്തെഫാനോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ദൂതൻ മുഖാന്തരം മോശയോട് ദൈവം സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിലൊക്കെ ദൈവം നേരിട്ട് സംസാരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു ദൂതൻ മുഖാന്തരം സംസാരിച്ചു. കാരണം നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ദൈവിക ശ്രവണം സാധ്യമാക്കുന്ന മലകയെ പറയുന്ന പേരാണ് ഭദ്രാസനന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. പക്ഷേ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിറങ്ങി വന്നാൽ ആ മനുഷ്യൻ പറയുന്ന നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ്. അതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഏവൻഗേലിയോൺ, നിങ്ങൾ ഇഞ്ചിൽ എന്ന് പറയുന്ന ഏവൻഗേലിയോൺ എന്ന് പറയുന്ന സുവിശേഷവും തൗറാത്തും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഒരു വസ്തുത ഹംസയ്ക്ക് മനസ്സിലാകുന്നത് കാരണം യേശുവിനെ മറ്റു പ്രവാചകന്മാരെ ഒരുപോലെ മാത്രം കരുതി എന്നുള്ളത് കൊണ്ടാണ്. അത് അവരുടെ മൈൻഡിൽ കിടക്കുന്ന റീഡിങ്ങിന്റെ, അതല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രോബ്ലമാണ്. ഇവിടെയാണ് വിശ്വാസത്തിന്റെ തലത്തിന്റെ ആവശ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ ആ വിശ്വാസം ലഭിക്കുവാൻ. ഇത് വളരെ വ്യക്തമായി ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ പ്രബോധന രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പൂർണ്ണതയെ വെളിപ്പെടും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അടിമയും ഉടമയും, അടിമത്തമുണ്ടെന്ന് പറയും, സ്ത്രീ പുരുഷന്റെ താഴെയാണെന്ന് പറയും, അതുപോലെ വരേണ്യവർഗവും താഴ്ന്ന വർഗങ്ങളും, മേൽജാതിയും കീഴ്ജാതിയും, ജാതി വ്യവസ്ഥ, ഞങ്ങൾ മുകളിലുള്ള ആളുകളാണ്, നിങ്ങൾ താഴെയുള്ള ആളുകളാണ്, ഞങ്ങൾ പ്രവാചകന്റെ പരമ്പരയാണ്, നിങ്ങൾ അതിന് താഴെയുള്ളവരാണ്. ഈ ലെവലിലുള്ള കാഴ്ചപ്പാടുകൾ വരുന്നത് ഇപ്രകാരമായതുകൊണ്ടാണ്. അപ്പൊ ദൈവിക നിയമത്തിലെത്തുമ്പോൾ ഇതെല്ലാം ഈക്വലാണ്, അടിമയും ഉടമയും തുല്യരാണ്. യേശു ആ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടിരുന്ന് കാണാം. യേശു തന്റെ ശിഷ്യന്മാരെ ആദ്യം ദാസന്മാരെന്ന് വിളിച്ചു, പിന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കും. പിന്നെ ഈശോ എന്ന് പറയുന്നത് സഹോദരങ്ങളെന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈക്വലൈസ് ചെയ്യുക. യേശു തൻ്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വിജാതീയരെ യേശു ചേർത്ത് പിടിക്കുന്നത് ബൈബിളിൽ കാണാം. അതിൻ്റെ അവസാനത്തെ ഫിനിഷിങ്ങിൽ ഓശാനയിൽ
ഈ ജെറുസലേം ആലയത്തെ പറ്റി പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം എല്ലാ ജനതകൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നിടത്ത് വിജാതീയരെ ദൈവസന്നിധിയിലേക്ക് ഒന്നിപ്പിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്. അതുപോലെ സ്ത്രീ പുരുഷ സമത്വം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത സ്ത്രീകളുടെ സുവിശേഷം എന്നാ പറയാം ലൂക്കായുടെ സുവിശേഷം. കാരണം ഒരു സ്ത്രീക്ക് ദൈവം നൽകുന്ന അനുഭവം പുരുഷന് നൽകുന്ന അനുഭവം ഇങ്ങനെ ഈക്വലൈസ് ചെയ്തുകൊണ്ടാണ് ആ സുവിശേഷം ആദ്യം മുതൽ അവസാനം വരെ കടന്നു ചെല്ലുന്നത്. അതിൻ്റെ പ്രത്യേകത. ക്രിസ്തുമതത്തിൻ്റെ പ്രത്യേകത അതാണെന്ന് ഈ ഒരു പൂർണ്ണതയുടെ സുവിശേഷം കാണാൻ സാധിക്കും. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാനത് ഡിബേറ്റിൽ അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയായിരുന്നു. അതതിൻ്റെ സാഹചര്യങ്ങളായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ കാര്യമൊന്നും ഞാൻ അതിൻ്റെ ഒരു അവലോകനമായി പറയുകയാണ്. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരിക. യേശുവിൻ്റെ കുരിശുമരണം രക്ഷയ്ക്ക് കാരണമാണെന്ന് യേശുക്രിസ്തുവിന് മുമ്പ് ഏതെങ്കിലും പ്രവാചക ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. യേശുവിൻ്റെ കുരിശുമരണമാണ് രക്ഷയ്ക്ക് കാരണം എന്നുള്ള കാര്യം പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ പൗലോസ് അല്ലാതെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പൗലോസാണ് ഈ ഒരു അടിസ്ഥാന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന രീതിയിൽ നിയമം അനുസരിക്കേണ്ട, യേശുവിൻ്റെ കുരിശുമരണം മാത്രം നോക്കിയാൽ മതി എന്ന രീതിയിൽ അവതരിപ്പിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്ന വാദഗതി. നമുക്ക് ബൈബിളിലൂടെ തന്നെ പോകാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പഴയ നിയമത്തിൽ എന്ന് അറിയണമല്ലോ. പഴയ നിയമത്തിൽ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നത് ഏദൻ തോട്ടത്തിലാണ്. അവിടെ സർപ്പത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇതാണ് രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനം. ആദ്യത്തെ വാഗ്ദാനം ഏദൻ തോട്ടത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് സങ്കീർത്തനങ്ങളിൽ 22-ാമത്തെ അധ്യായത്തിൽ ദാവീദ് പാടുന്ന ഗാനമുണ്ട്. അത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രവചനമാണ്. അവർ എൻ്റെ കൈക്കാലുകൾ കുത്തിത്തുളച്ചു, അവർ എൻ്റെ മേലങ്കിക്ക് വേണ്ടി നറുക്കിട്ടെടുത്തു എന്നെല്ലാമുള്ള സങ്കീർത്തനമാണ്. സങ്കീർത്തനം 22. യേശു കുരിശിൽ മരിക്കുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. ഇവരിത് വായിച്ചിട്ട് പറയും, കണ്ട യേശു ക്രിസ്തു ഇങ്ങനെ പറയുമോ, ദൈവമേ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് യേശു പറയുന്നു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു സങ്കീർത്തനം 22-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വരി അവിടെ പാടിയതാണ്. നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ വരി പാടിയെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സങ്കീർത്തനം മുഴുവൻ പാടിയതാണ്. അപ്പം എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് യേശു പറയുമ്പോൾ ആ സങ്കീർത്തനം പൂർണ്ണമായി പാടാനാണ് അവിടെയുള്ള സന്ദേശം. അതിൽ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രവചന ഗീതമാണ്. അപ്പോൾ യേശുവിന് കുരിശുമരണത്തെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി യെശയ്യായുടെ പുസ്തകത്തിലെ 53-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യം വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം രക്ഷാകരമാണെന്നുള്ള കാര്യം പറയുക. ഈ വചനത്തിൻ്റെ പ്രത്യേകത കേട്ടോ. പുതിയ നിയമത്തിൽ വരുമ്പോൾ എത്യോപ്യക്കാരനായ ഷണ്ടനോട് പീലിപ്പോസ് പറയുന്ന ഒരു വചനഭാഗം, അദ്ദേഹം ഈ വചനഭാഗം എടുത്ത് വായിച്ചിട്ട് ഇത് ആരുടെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ പീലിപ്പോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അരികിൽ പോയി ഈ വചനം വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇറങ്ങി മാവോയിസ് സ്വീകരിക്കുന്നതും ബൈബിളിൽ കാണാൻ സാധിക്കും. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു നമുക്ക് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ച വായിക്കുന്ന പ്രവചനഗീതങ്ങൾ, സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ലേഖനഭാഗങ്ങൾ, പ്രവചനഭാഗങ്ങൾ, പഴയ നിയമഭാഗങ്ങളെല്ലാം ഇതൊരു കണക്ഷനാണ്. സങ്കീർത്തനമൊക്കെ ഇതിന് കണക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവന് മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതാണ് 5-ാമത്തെ വാക്യം. ഇനി 10-ാമത്തെ വാക്യം ഞാൻ വായിക്കേ. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ മേലുള്ള ശിക്ഷയാണ് നമുക്ക് രക്ഷ എന്ന് വളരെ വ്യക്തമായി പ്രവാചകൻ പറയുന്ന കാര്യം.
യേശുവിന്റെ കുരിശു മരണം പാപപരിഹാര ബലിയാണെന്ന് വളരെ വ്യക്തമായി പറയുന്ന കാര്യം ഈ പ്രവചന ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുക വരും. അബ്രഹാം തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ മലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് അവർ ബലി പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ഈ ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ബൈബിളിൽ അബ്രഹാം തൻ്റെ ഇസ്ഹാക്കിനെ മകനെ മോറിയാമലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ബൈബിളിലുണ്ട്. അബ്രഹാം എന്താ ചെയ്യുന്നത്? ഒരു വിറകെടുത്ത് മകന്റെ ചുമലിൽ വെച്ചു കൊടുത്തു. മോറിയാമല, ജെറുസലേം ഇരിക്കുന്ന മല, ഇന്നത്തെ ഗാഗുൽത്ത, ജെറുസലേം ദേവാലയം ഇരിക്കുന്ന മല, അവിടേക്ക് ഈ മകനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഇത് ശരിക്കും പ്രവചനമാണെന്നേ. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ പ്രവചനം. അബ്രഹാം എങ്ങനെ പ്രവാചകനായത്? ഇതാണ് അബ്രഹാം പ്രവാചകനായത്. അവൻ പ്രവചിക്കുന്ന പ്രവചനം യേശുവിന്റെ കുരിശു മരണത്തിന്റെ പ്രവചനമാണ്. അവിടെ മുകളിലെത്തുന്നു, മകനെ ആ വിറകിൽ ബന്ധിക്കുന്നു, കുരിശിൽ ബന്ധിക്കുക. അതിനുശേഷം അവനെ കൊല്ലാൻ കത്തിയെടുക്കുമ്പോൾ ദൈവം തടയുക. ഇവന് പകരം ഒരു കുഞ്ഞാടിനെ മരിക്കട്ടെ എന്നാണ് പറയുന്നത്. പാപപരിഹാരത്തിനുള്ള കുഞ്ഞാട്. വ്യക്തമായിട്ട് ആ കുഞ്ഞാട് ആരാണെന്ന് ഈ ലോക ജനതയ്ക്ക് വേണ്ടി പകരം മരിക്കാനിരിക്കുന്ന കുഞ്ഞാട് ആരാണെന്ന് സ്നാപക യോഹന്നാൻ കാണിച്ചു തരുന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ട എത്ര കണക്റ്റഡാ. അവരാണ് ക്രിസ്തു ബലിയർപ്പിക്കപ്പെടുന്നത്, ലോകത്തിന് വേണ്ടി മരിക്കുന്നത്. അപ്പൊ ഇത്ര വ്യക്തമായി പ്രവചനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാൻ ഇത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇത് പൗലോസ് കൊണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. പലപ്പോഴും മുസ്ലിങ്ങളുടെ വിചാരം ഇതൊക്കെ പൗലോസ് എന്തോ കുത്തിത്തിരിക്കി കൊണ്ടുവന്ന കാര്യങ്ങളാണെന്നാ. പൗലോസ് ഒന്നും കൊണ്ടുവന്നതല്ലേ. പൗലോസ് പഠിപ്പിക്കുന്ന സ്കൂൾ ഓഫ് തോട്ടാണ്, അല്ലാതെ ഈ വിഷയമൊന്നുമല്ല. ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിനെ ബലിയായി കണ്ടുവെങ്കിൽ പൗലോസ് ലീഗ യേശുവിന്റെ കുരിശു മരണത്തിനെ നീതീകരണമായി കണ്ടു എന്നേ ഉള്ളൂ. രക്ഷയ്ക്കടിസ്ഥാനമാണ് യേശുവിന്റെ കുരിശു മരണം എന്ന കാര്യം പത്രോസും യേശുവിന്റെ ശിഷ്യന്മാരും എല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ശിമിയോൻ യേശുവിന്റെ കൈകൾ എടുത്തപ്പോൾ ഇതാ ലോകത്തിന് വേണ്ടി രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണമാണ് രക്ഷയ്ക്ക് ആധാരമെന്ന് പിന്നെ പറയുന്നത് പത്രോസ് ലീഹ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ അവനെ കുരിശുമ തറച്ചു കൊന്നു, ജീവന്റെ നാഥനെ നിങ്ങൾ കുരിശി തറച്ചു കൊന്നു, എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. പിന്നെ പറയുന്നൊരു വചനഭാഗമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? സങ്കീർത്തനത്തിൽ പറയുന്ന വചനഭാഗം എടുത്തു പറയുക. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല, അങ്ങന്റെ ആത്മാവനെ പാതാളത്തിൽ തള്ളുകയില്ല. അതിനാൽ ദൈവം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. എന്താ ഈ വചനത്തിന് അർത്ഥം അറിയാമോ? നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായി രണ്ട് വസ്തുതയാണ് പറയുന്നത്. മരണം അടഞ്ഞുപോയ ആത്മാവ് പാതാളത്തിൽ നിന്ന് പുറത്തു വരുന്നു, സംസ്കരിക്കപ്പെട്ട ശരീരം ഇതാ ജീവനോട് പുറത്തു വരുന്നു. കണ്ട, അതാണ് യേശുവിന്റെ കുരിശു മരണത്തിലെ സംസ്കാരത്തിലെ ഉയർപ്പിലെ സംഭവിക്കുന്ന ആ രഹസ്യം. യേശുവിന്റെ കുരിശു മരണം, ഉത്ഥാനം, ഇതിലൂടെ ലഭിക്കുന്ന രക്ഷ. ഈ ഒരു വസ്തുത വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. ഇനി പത്രോസിന്റെ ലേഖനം, പത്രോസിലെ എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാൻ പോവാണേ. പത്രോസ് ലീഗ ഈശോയുടെ ശിക്ഷനെ എഴുതിയതാ. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് യേശുവിന്റെ കുരിശു മരണം നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ടാണെന്നുള്ള കാര്യം അത് ബലിയർപ്പണമെന്ന രീതിയിൽ തന്നെ പത്രോസ് ലീഗ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ കുരിശു മരണം എന്ന് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് രക്ഷയ്ക്ക് കാരണമെന്ന് വളരെ വ്യക്തമായി പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർക്കത് ബോധ്യവുമുണ്ട്. യേശു തന്നെ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ 3 പ്രാവശ്യം പീഡാനുഭവ പ്രവചനം പറയുന്നത് നമുക്ക് ബൈബിളിൽ കാണാം. അപ്പോൾ ഈ വസ്തുതകളെല്ലാം തന്നെ എൻ്റെ വിഷയാവതരണത്തിലും ഖണ്ഡനത്തിൻ്റെ മറുപടിയിലും പിന്നീട് ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി, അതായത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ അത് വിശ്വസിക്കാനുള്ള പ്രാപ്തിയില്ലായ്മ. അതുകൊണ്ട് അദ്ദേഹം പറയുക, ഇതിന് മറുപടി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇതിന് താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള രീതി പറഞ്ഞപ്പോൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇനിയും ഈ മറുപടി പറയേണ്ടതില്ല,
കേൾവിക്കാർ മനസ്സിലാക്കുക എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് വീണ്ടും അവതരിപ്പിക്കുന്നത്, ഇദ്ദേഹം വീണ്ടും അവലോകനത്തിൽ ചോദിക്കുക ഞാൻ ഇത് മറുപടി പറഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഡിബേറ്റിൽ പറഞ്ഞ അതേ വിഷയങ്ങൾ വീണ്ടും അവതരിപ്പിച്ചത്, കുറച്ചും കൂടി കൂടുതലായിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ മുസ്ലിങ്ങളുമായി ഒരു സംവാദത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്ന ആശയം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംവാദത്തിൽ നമുക്ക് അവരുമായി സംവദിക്കുവാൻ വളരെ എളുപ്പമാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-3 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. അവർ ഉദ്ദേശിക്കുക, അവർ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് പൗലോസ്ലീഹയാണ് പുതിയ നിയമത്തിലെ പല ലേഖനങ്ങളും എഴുതിയിട്ടുള്ളത്. സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളത് പൗലോസ്ലീഹയുടെ ശിഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യേശുവിന്റെ യഥാർത്ഥ സുവിശേഷം ബൈബിളിലില്ല. പൗലോസ്ലീഹയുടെ സ്വാധീനമാണ് പുതിയ നിയമത്തിൽ മുഴുവനുള്ളത്. അതുകൊണ്ട് ഈ പുതിയ നിയമം വിശ്വാസയോഗ്യമല്ല. ഇതാണ് ഇവർ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വസ്തുത. അപ്പോൾ യേശുവിന്റെ പ്രബോധനങ്ങൾ എന്ന രീതിയിൽ മത്തായിയുടെയോ മാർക്കോസിന്റെയോ ലൂക്കായുടെയോ യോഹന്നാന്റെയോ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ അവതരിപ്പിച്ചാൽ അവർ അതിന് വിശ്വസിക്കുന്നില്ല. കാരണം അത് പൗലോസ്ലീഹയുടെ സ്വാധീനത്താൽ എഴുതപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഒരു പ്രശ്നം. ഇനി അതിലെന്തെങ്കിലും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അതിനെ അവർ യേശുവിന്റെ പ്രബോധനമായി അംഗീകരിക്കുകയും ചെയ്യും. അതായത് ഒരു പുസ്തകത്തിന് പൂർണ്ണമായി വിശ്വസിക്കാതെ ആ പുസ്തകത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം വിശ്വസിക്കുന്ന ഒരു ഏർപ്പാട്. തന്നെ നമ്മൾ പറയുന്നത് അറിയാമോ? ചെരുപ്പിനനുസരിച്ച് കാല് ശരിയാക്കുക. കാലിനനുസരിച്ചല്ലേ നമ്മൾ ചെരുപ്പ് റെഡിയാക്കേണ്ടത്. ഇതങ്ങനെയല്ല. ആദ്യമേ ഇവരുടെ കയ്യിൽ ഒരു ചെരുപ്പുണ്ട്, ഇവരുടെ ആശയം. അതിനുവേണ്ടി ബൈബിൾ തുറന്നിട്ട് അവരുടെ ആശയങ്ങൾ ഇതിലേക്ക് ശരിയാക്കി വെക്കുന്നു. ഇതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് യോഹന്നാന്റെ സുവിശേഷവും മാർക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും പൗലോസുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. അതിനെന്താ കാരണം? മത്തായിയുടെ സുവിശേഷം ജെറുസലേമിലെ യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. മാർക്കോസിന്റെ സുവിശേഷം വിജാതീയ നാട്ടിൽ ജീവിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. ഇനി ലൂക്കായുടെ സുവിശേഷം ഈജിപ്തിലെ വിജാതിയർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. യോഹന്നാന്റെ സുവിശേഷമാകട്ടെ എഫോസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകം. ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഗ്രന്ഥങ്ങളുടെ ഒരു രീതി ഉള്ളത്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ആശയങ്ങളോട് വന്നിരിക്കുന്നത് ഇന്ന സ്വാധീനത്താലാണ്. അപ്പോൾ ഇതിൽ പൗലോസിന്റെ സ്വാധീനം ഒറ്റ പുസ്തകത്തിലുമില്ല. പിന്നെയും നമുക്ക് ലൂക്കായുടെ സുവിശേഷം, അത് പൗലോസ്ലീഹയുടെ ശിഷ്യനാണ് ലൂക്ക എന്നതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു പക്ഷെ നമുക്ക് അതിന്റെ സ്വാധീനം വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷെ ലൂക്കായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, അദ്ദേഹം ഒരു വൈദ്യനാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതുന്ന വ്യക്തിയാണ് വിശുദ്ധ ലൂക്ക. ലൂക്ക ഓരോ വ്യക്തികളെയും ഇന്റർവ്യൂ ചെയ്തിട്ടാണ് സുവിശേഷം എഴുതിയിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് പൗലോസിന്റെ സ്വാധീനം കൊണ്ടൊന്നല്ല. നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ പൗലോസ്ലീഹ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറഞ്ഞതായി ബൈബിളിൽ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ലേഖനങ്ങളിലെ സ്ത്രീയിൽ നിന്ന് ജനിച്ചു, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്ന രണ്ട് പരാമർശമാണ് പൗലോസ്ലീഹ മറിയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ലൂക്ക അങ്ങനെയല്ല. ലൂക്ക മറിയത്തെ കണ്ട് ഒരു ഇന്റർവ്യൂ ചെയ്ത് സുവിശേഷത്തിലെ 1, 2, 3 അധ്യായങ്ങൾ മറിയം പറഞ്ഞതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പൗലോസിന്റെ എന്ത് സ്വാധീനമാണ് ലൂക്കായിലുള്ളത്? ഇനി അതിന്റെ പ്രബോധന രീതികൾ പോയി കഴിഞ്ഞാൽ പൗലോസ്ലീഹയുടെ സ്വാധീനത്താൽ ഒന്നുമല്ല അത് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുവിശേഷം, പാവങ്ങളുടെ സുവിശേഷം, ഇതൊക്കെയാണ് ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇവരുടെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ഒരു ധാരണ പൗലോസ്ലീഹയുടെ സ്കൂൾ ഓഫ് തോട്ടിലുള്ളതാണ് ഈ പറയുന്ന 4 സുവിശേഷകന്മാരാണെന്നാണ്. അങ്ങനെയല്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത, ലൂക്കായുടെ സുവിശേഷത്തിന്റെ നമ്മൾ ബന്ധിപ്പിക്കുന്നത് കാള എന്ന സിമ്പലായിട്ടാണ്. കാള ബലിമൃഗമാണ്.
പൗലോസ്ലീഹ തന്റെ സുവിശേഷത്തിലെ ബലിമൃഗമായിട്ടല്ല ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്, പിന്നെയോ നീതീകരണമായിട്ടാണ്. ഇതും ആ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇനി മാർക്കോസിന്റെ സുവിശേഷം, അത് പത്രോസ്ലീഹയുടെ ശിഷ്യനാണ് മാർക്കോസ്. മാർക്കോസ്ലീഹ പൗലോസ്ലീഹയുടെ കൂടെ കുറച്ചു കാലം സുവിശേഷം പ്രസംഗിച്ച് നടന്നു. പിന്നീട് മാർക്കോസിനെ പൗലോസ്ലീഹ ഒഴിവാക്കി. അവിടെയാണ് ബർണബാസുമായി തെറ്റുന്നത്. പിന്നീട് ബർണബാസും മാർക്കോസും കൂടി സുവിശേഷം പ്രസംഗിച്ചു പോകുന്നു. പിന്നീട് പൗലോസ് മാർക്കോസിനെ തിരികെ വിളിക്കുന്ന സന്ദർഭവും ബൈബിളിലുണ്ട്. അപ്പൊ മാർക്കോസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തിയുള്ള വ്യക്തി, അല്ലാതെ പൗലോസിന്റെ അതേ സ്വാധീനത്തിൽ മാത്രം മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, പത്രോസ്ലീഹായിൽ നിന്ന് ലഭിച്ച പ്രബോധനമാണ്, സുവിശേഷമാണ് മാർക്കോസ് എഴുതി വച്ചിരിക്കുന്നത്. പത്രോസ്ലീഹയുടെ മരണശേഷം പത്രോസ്ലീഹായും തനിക്ക് ലഭിച്ച വിഷയങ്ങളെല്ലാം തന്നെ മാർക്കോസ്ലീഹ സുവിശേഷത്തിൽ എഴുതുകയും ചെയ്തത്. അതായത് പത്രോസ് അറിഞ്ഞ യേശുവിനെയാണ് മാർക്കോസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷങ്ങൾക്ക് തനതായ ഒരു വ്യക്തിത്വമുണ്ട്, പൗലോസിന്റെ സ്വാധീനമൊന്നുമല്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇവർക്ക് പൗലോസ്ലീഹായോട് ഇത്രയധികം വിഷമം? ഇവര് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി അതാണ്. അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആളുകളല്ല, യേശുവിന്റെ ആളുകളല്ല, പൗലോസിന്റെ ആളുകളാണ്. ഇതാണ് ഇവർ വെക്കുന്ന ഒരു ആശയം. ഈ ആശയത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. യേശു പറയുന്നതിൽ നിന്ന് വിരുദ്ധമായി പൗലോസ്ലീഹ പറയുന്നു എങ്കിലാണ് ഈ പറയുന്ന ആശയത്തിന് ഒരു പ്രസക്തിയുള്ളൂ. പൗലോസ്ലീഹ പറഞ്ഞ എന്തെങ്കിലും വസ്തുത യേശു പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഇല്ലെന്ന് നമുക്ക് ഭംഗിയായി സമർത്ഥിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് യോഹന്നാൻ സ്ലീഹയുടെ വ്യൂ പോയിന്റ്, പൗലോസ്ലീഹയുടെ വ്യൂ പോയിന്റ്, രണ്ട് ആംഗിളിലുള്ള ദൈവശാസ്ത്രമാണ്. രണ്ട് ആംഗിളിലാണ് കാണുന്നത്. യോഹന്നാൻ സ്ലീഹയെ കഴുകൻ എന്ന് പറയാം, അതായത് സ്വർഗീയ ദൈവികമായ രീതിയിലാണ് യേശുവിനെ കാണുന്നത്. പൗലോസ്ലീഹ കാണുന്നത് അതേ വീക്ഷണകോണിലല്ല. അപ്പോൾ എന്താണ് ഇപ്പൊ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് യേശു പഠിപ്പിച്ച അതേ കാര്യങ്ങൾ അതുപോലെ അനുഷ്ഠിക്കുന്ന വ്യക്തികളാണ് യേശുവിന്റെ അപ്പസ്തോലന്മാർ. പൗലോസ്ലീഹ വേറെ എന്തോ തെറ്റായി പഠിപ്പിച്ചു. പൗലോസ്ലീഹയുടെ പിൻഗാമികൾ ക്രിസ്ത്യാനികൾ, യേശുവിന്റെയും അപ്പസ്തോലന്മാരുടെയും പിൻഗാമികളാണ് മുസ്ലിങ്ങൾ എന്ന രീതിയിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒരു 99% മുസ്ലിം വിശ്വാസികളും വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഈ പറഞ്ഞത്. യേശുവും അപ്പസ്തോലന്മാരും മുസ്ലിങ്ങളായിരുന്നു. ആ യേശുവും അപ്പസ്തോലന്മാരും വിശ്വസിക്കുന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് ഞാൻ യേശുവിന്റെ പ്രബോധനം വെച്ചിട്ട് ആ സംവാദത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തത്. ഒരു പുരുഷന് ഒരു സ്ത്രീ മതിയെന്ന് യേശു പറഞ്ഞു, പൗലോസ് പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു. പൗലോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന രീതിയിലാണ് പൗലോസിന്റെ പ്രബോധനം പോകുന്നത്. എങ്കിലും ഒരു ആനുകൂല്യമായി വിവാഹത്തെ തരുന്നതൊക്കെയാണ് പൗലോസിന്റെ പ്രബോധനം. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലല്ലോ, ഒരു പുരുഷന് സ്ത്രീ എന്ന രീതിയിലാണല്ലോ ജീവിക്കുന്നത്. ഏകഭാര്യത്വം അത് യേശുവിന്റെ പ്രബോധനമാണ്. മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷമാണ്. ഈശോയുടെ ശിഷ്യനായ മത്തായി സ്ലീഹ, മനസ്സിലാക്കണം, അദ്ദേഹം തന്റെ കൈപ്പട കൊണ്ട് എഴുതിയതാ. അപ്പൊ അവര് പറയുന്ന കാര്യമുണ്ട്, മത്തായി എഴുതിയതാകില്ല, പൗലോസ്ലീഹ എഴുതിയിട്ട് മത്തായിയുടെ പേര് എഴുതി എന്നൊക്കെ വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരാവണം. അപ്പൊ യേശു പറഞ്ഞ പ്രബോധനം അനുസരിച്ച് ഏകഭാര്യത്വ വ്രതം എടുക്കുന്നവരാണോ മുസ്ലിങ്ങൾ? യേശു പറഞ്ഞ പ്രബോധനം അനുസരിച്ച് ഒരുവന്റെ വായിലൂടെ ഉദരത്തിൽ ചെല്ലുന്നത് ഒരുവൻ അശുദ്ധനാക്കുന്നില്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവൻ അശുദ്ധനാക്കുന്നത് എന്നതനുസരിച്ച് ഏതു ഭക്ഷണവും വിശുദ്ധമാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. യേശുവിന്റെ പ്രബോധന. ഈ പ്രബോധനം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഒട്ടകത്തെ തിന്നാം എന്നൊരു ന്യായം വെക്കാറുണ്ട് കേട്ടോ. കാരണം മോശ ഒട്ടകത്തെ തിന്നരുതെന്ന് പറഞ്ഞു, മുസ്ലിങ്ങൾ ഒട്ടകത്തെ തിന്നും. അപ്പൊ ഒട്ടകത്തെ തിന്നാനുള്ള കാരണമായിട്ട് പറയുന്നത് ഈസാ നബി തിരുത്തിന്ന. യേശു ക്രിസ്തു എല്ലാം ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം കഴിക്കാമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇവരങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ഇവർക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ അത് ഹറാമാണ്. ഇപ്പൊ എവിടെ തെറ്റുപറ്റിയത്? യേശു പഠിപ്പിച്ചതനുസരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നാണ് മോശയുടെ ന്യായപ്രമാണം. ഇസ്ലാമിനെ നോക്കിയാലും അതേ ന്യായപ്രമാണം കാണാൻ സാധിക്കും. ഒരു തെറ്റ് ചെയ്താൽ പാപിയെയാണ് കാണുക, പാപത്തെ അല്ല കാണുക. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് തെറ്റ് ചെയ്തത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരുവൻ മറ്റൊരുവന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചാൽ അവന്റെയും കണ്ണു കുത്തിപ്പൊട്ടിക്കും, അംഗവിച്ഛേദം ചെയ്യും.
മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈ മുറിച്ചു കളയും, വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലും. ഇതൊക്കെ ഒരു ന്യായപ്രമാണമായി ഇസ്ലാമിൽ അനുഷ്ഠിക്കുന്ന വസ്തുതയാണ്. യേശുവിന്റെ പ്രമാണം അനുസരിച്ചിട്ട് ഇപ്രകാരമാണോ യേശു പഠിപ്പിച്ചത്? ഇതാണ് ചോദ്യം. ഇവർ മുസ്ലിങ്ങളാണ് യേശു എന്ന് പറയുമ്പോൾ, യേശു ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ? പിടിക്കപ്പെട്ട വ്യഭിചാരിണി യേശുവിന്റെ മുമ്പിൽ നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ പാവമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. ഈ വചനം വെച്ചിട്ട് ഈ സുഹൃത്ത് പറയാണ്, യേശു മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു എന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു ആ പദം ഉപയോഗിച്ചപ്പോ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു. പക്ഷെ ആരാണ് കല്ലെറിയേണ്ടതെന്നും കൂടി പറഞ്ഞു. ആരാ കല്ലെറിയേണ്ടത്? പാപമില്ലാത്തവർ കല്ലെറിയണം. ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇതാണ് യേശുവിന്റെ ചോദ്യം. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന് ഒരു പ്രത്യേക വീക്ഷണവുമുണ്ട്. എന്താണെന്നറിയാമോ? അതിനെ പറയാ സ്നേഹം. സ്നേഹത്തിനെതിരെ നിൽക്കുന്ന ഒരു നിയമവും യേശുവിന് മുമ്പിൽ വില പോകില്ല. അതാണ് പ്രത്യേകത. യേശു ആ കണ്ണിലൂടെയാണ് ഇതിനെ കാണുന്നത്, സ്നേഹം. അവിടെയാണ് ഞാൻ ആ സംവാദത്തിൽ സമറിയക്കാരന്റെ ഉപമ പറഞ്ഞത്. ആ ഉപമയനുസരിച്ച് ലേവായനും, യേശു പറഞ്ഞ കഥയാണത്, ലേവായനും പുരോഹിതനും അർദ്ധപ്രാണനായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിയെ സ്പർശിച്ചാൽ ആ വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ ഇവരുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർ അശുദ്ധരായിത്തീരും. ഡെഡ് ബോഡിയെ തൊട്ട വ്യക്തിയാണ്, അശുദ്ധമാണ്. അവർ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്യുകയാണ്? ആ വ്യക്തിയെ സ്പർശിക്കാതെ അശുദ്ധരാകാതെ ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെയാണ് സ്നേഹത്തിനെതിരെ നിൽക്കുന്ന ഒരു നിയമം നിൽക്കുന്നത്. ഈ ഒരു സംഭവത്തെ യേശു പറയുന്നത് എന്തിനാണെന്നറിയാമോ? എന്നിട്ട് സമറിയക്കാരൻ വരിക. സമറിയക്കാരൻ യഹൂദനല്ലാത്തൊരു വ്യക്തി, വിജാതിയൻ, ഇവരെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന ജാതിക്കാരൻ. അവൻ വന്ന് ഈ വ്യക്തിയെ കൊണ്ടുപോയി സത്രത്തിലാക്കുകയും അതിന് വേണ്ട സാമ്പത്തിക ചെലവുകൾ വെക്കുകയും ചെയ്യുക. എന്നിട്ട് യേശു ആ നിയമജ്ഞനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ നിയമം എങ്ങനെയുള്ള നിയമമാണെന്ന് നീ പറയുക. ആരാണ് ഇവന്റെ അയൽക്കാരൻ? അവിടെ രണ്ട് കാര്യങ്ങൾ ആ നിയമജ്ഞന്റെ ഉള്ളിൽ വന്ന് ഇടിക്കുകയാണ്. ഒന്ന്, നിയമം വേണോ സ്നേഹം വേണോ? നിയമം വേണോ സ്നേഹം വേണോ? സ്നേഹം ഉള്ളിടത്ത് നിയമത്തിന് പ്രസക്തിയില്ലാവുന്ന ചില രംഗങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതാണ് അവിടെ കാണുന്നത്. നിയമം നോക്കി നടന്നപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനാകാതെ രണ്ടുപേർ, നിയമജ്ഞർ, പുരോഹിതന്മാരും ലേവായരും, അവർ ദേവാലയത്തിലേക്ക് പോയി. നിയമം നോക്കാത്തൊരു മനുഷ്യൻ, നിയമം അനുസരിക്കാത്തൊരു മനുഷ്യൻ, അവൻ സ്നേഹം കാണിച്ചുകൊണ്ട് ആ യഹൂദനെ കൊണ്ടുപോയി സത്രത്തിലാക്കി. ഇവിടെയാണ് നിയമവും സ്നേഹവും തമ്മിലുള്ള ഒരു ബലാബലം. നമുക്കറിയാലോ, നിയമം നടപ്പിലാക്കാൻ തുടങ്ങി ചിലപ്പോൾ സ്നേഹം നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സ്നേഹം നോക്കിക്കൊണ്ടുള്ള നിയമം മതിയെന്ന്. ഇതാണ് യേശുവിന്റെ പ്രബോധനം. ഇവരുടെ ഏതെങ്കിലും ലോയില്, ഏതെങ്കിലും നിയമത്തില് ഇപ്രകാരമുണ്ടോ? ഇവരുടെ സിവിൽ നിയമമായിക്കോട്ടെ, ക്രിമിനൽ നിയമമായിക്കോട്ടെ, ശരീഅത്ത് ലോയില്, അവിടെയാണ് യേശു ചോദ്യം ചെയ്യണത്. പിന്നെ എങ്ങനെ യേശു മുസ്ലിമാണ്? നമ്മളിത് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ യേശു മുസ്ലിം ആവുന്നു പറയുന്നത്? എന്താ, പൗലോസിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നോ യേശു? യേശു മരിച്ചതിന് ശേഷമാണ് പൗലോസിലേക്ക് ക്രിസ്തു മതത്തിലേക്ക് വരുന്നത്. പക്ഷെ യേശുവിന്റെ പ്രബോധനങ്ങൾ മുഴുവൻ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിയമമാണ്. അതാണ് നിയമത്തിന്റെ പൂർത്തീകരണം. നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു, നിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അതിന് കാരണം ഈശോ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നു, എല്ലാവരുടെ മേലും നീതിമാന്മാരും ദുഷ്ടന്മാരും മേൽ വെയിലും നൽകുന്നു, മഴയും നൽകുന്നു, ഒരുപോലെ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇതേപോലെ നിങ്ങൾ പ്രവർത്തിക്കുകയും. ഇതാണ് യേശു പഠിപ്പിക്കുന്നത്. ഇത് യേശു പഠിപ്പിക്കുന്നതല്ല, പൗലോസ പഠിപ്പിക്കണേ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പൗലോസിനെ ദൈവം എന്ന് വിളിക്കേണ്ടി വരും. മനസ്സിലായോ? കാരണം എന്താ? പെർഫെക്റ്റ് ലോയാണ് പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ നിയമം പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്ക് നായനെ ഇഷ്ടമല്ല അതുകൊണ്ട് നായൻ ആരും വളർത്താൻ പാടില്ല, എനിക്ക് പന്നിയിറച്ചി ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ആരും പന്നി തിന്നാൻ പാടില്ല, എനിക്ക് പല്ലിയെ കണ്ട ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം പല്ലിയെ തല്ലിക്കൊല്ലണം, നിങ്ങൾ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം,
ബാത്റൂമിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഇരിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും അല്ല യഥാർത്ഥ നിയമം, അൾട്ടിമേറ്റ് ട്രൂത്ത്, യഥാർത്ഥ സത്യം. അതിനാണ് ബൈബിളിൽ സത്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സത്യം നിയമത്തിന്റെ യഥാർത്ഥമായ മൂലരൂപമാണ് സത്യം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പറയാൻ ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് യേശു പറയുന്നത് സത്യമാണ് ഞാൻ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശു പറയുക, അവൻ പറയുന്നു സത്യം, അവൻ തന്നെ സത്യം. അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചത്, എന്താണ് സത്യം? യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താണ് സത്യം എന്ന് ചോദിക്കുന്ന പീലാത്തോസ് ആ നിമിഷം തന്നെ ഉത്തരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. കാരണം അവന്റെ മുഖത്ത് നിന്ന് പ്രകാശിക്കുന്നത് സത്യമായിരുന്നു. അവനാണ് സത്യം. സത്യത്തിന്റെ മുഖത്ത് നോക്കി എന്താണ് സത്യം എന്ന് ചോദിച്ച പീലാത്തോസിന് പിന്നെ മറുപടി ആവശ്യമില്ലായിരുന്നില്ല. ഈശോയുടെ പ്രബോധനങ്ങൾ ഇങ്ങനെ വരിയിട്ട് നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ സത്യങ്ങളാണ്, അൾട്ടിമേറ്റ് ട്രൂത്ത്. അതായത് പൗലോസ് പറഞ്ഞത് കൊണ്ടല്ല ഈ നിയമങ്ങൾ സത്യമായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. യേശു പറഞ്ഞത് കൊണ്ടല്ല യേശുവിന്റെ പ്രമാണങ്ങൾ സത്യമായിരിക്കുന്നത്. പിന്നെയോ അത് നമ്മുടെ ഹൃദയ ഫലകങ്ങളിലുള്ള അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ്, യഥാർത്ഥ സത്യമാണ്. അത് ഒരു മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എഴുതി വെച്ച സത്യമാണ്. ആ സത്യത്തിന് മീതെ ലോകത്തിൻ്റെതായ തിന്മകൾ നിറഞ്ഞപ്പോൾ ആ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ജനങ്ങൾ മഹാന്മാരെ, പ്രവാചകന്മാരെയൊക്കെ അന്വേഷിക്കുകയാണ്. എന്നാൽ അവർക്കൊന്നും പറയാൻ പറ്റാത്തത് യഥാർത്ഥ സത്യം ഇന്നതാണെന്ന് യേശു വെളിപ്പെടുത്തി. അതാണ് യേശു ചെയ്യുന്നത്. അതല്ലാതെ യേശു പറഞ്ഞത് കൊണ്ട് അതൊരു നിയമമാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് ശ്രദ്ധിക്കണേ. നിയമം എന്താണെന്നാ പറയുന്നത്? യേശു പറഞ്ഞത് കൊണ്ടല്ല നിയമം ഉണ്ടായത്. ഇത് മനസ്സിലാക്കണം. പിന്നെയോ എൻ്റെ ഹൃദയ ഫലകങ്ങളിലുള്ള ആ നിയമത്തെ യേശു ചൂണ്ടിക്കാണിച്ച് തരികയാണ് ചെയ്തത്. ഇതുപോലെ പറയുവാനായിട്ട് ഇസ്ലാമിൽ സാധിക്കുന്നുണ്ടോ? ഹംസയ്ക്ക് സാധിച്ചോ? ഹംസ നിയമത്തിന്റെ പറ്റി വാതോരാതെ സംസാരിച്ചെങ്കിലും ഒരിക്കൽ പോലും ഇന്ന നിയമം ഇന്നത് കൊണ്ട് ശരിയാണെന്ന് പറയാൻ സാധിച്ചില്ല. അത് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ആ ചോദ്യത്തിൽ തന്നെ ആൾ ഫ്ലാറ്റായി. ഒറ്റ ചോദ്യം. സംവാദത്തിൽ 3 ചോദ്യം 3 ഉപചോദ്യം ചോദിക്കാന്നുണ്ടെങ്കിലും ഞാൻ ഒരു ചോദ്യം 1 ഉപചോദ്യം ചോദിച്ചുള്ളൂ. അതിൽ തന്നെ അത് ഫ്ലാറ്റായി. എനിക്കത് മതിയായിരുന്നു ഉത്തരം. എനിക്ക് വേറെ രണ്ടാമതൊരു ചോദ്യത്തിന്റെ ആവശ്യം തന്നെ ഉണ്ടായില്ല. ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു, പരിച്ഛേദനം ചെയ്യണമെന്ന് ബൈബിൾ അടിസ്ഥാനമാക്കി മോശയ്ക്ക് ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവത്തിന്റെ മുമ്പിൽ ന്യായവും കാരണവും ഉണ്ട്. കാരണം അടിമകളെ പോലെ ദൈവത്തെ അനുസരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിൽ പരിച്ഛേദനം ചെയ്യുന്നതിന് എന്തെങ്കിലും വ്യക്തമായ ദൈവിക കാരണം, സയൻസ് ഒന്നും പറയണ്ട, അതിൽ പറഞ്ഞിരിക്കുന്ന കാരണം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഹംസ പറഞ്ഞ മറുപടി വളരെ വ്യക്തമായിരുന്നു. ദൈവം തന്നു, അതുകൊണ്ട് അനുസരിക്കുക. വേറെ അങ്ങോട്ടുള്ള ചോദ്യമോ ന്യായമോ ചോദിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞില്ലേ? ഒരു ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ദുർബലമായ സമയമല്ലേ അത് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞ് അനുസരിക്കണ്ടേ? എന്ത് ദൈവം? ഞാൻ പറഞ്ഞു മോശയ്ക്ക്, പിന്നെ മോശയെ കുറ്റപ്പെടുത്തണേ. അതുവരെ ഈ ന്യായപ്രമാണത്തിന് മോശേനെ മുമ്പിൽ നിർത്തി മുഹമ്മദിനെ വെളുപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും മുഹമ്മദിനെതിരെ പറഞ്ഞാൽ അത് മോശയ്ക്കെതിരെ പറഞ്ഞതുപോലെയാക്കും. എങ്കിലും മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോശയെ വെളുപ്പിച്ചുകൊണ്ട് വേണം മുഹമ്മദിനെ താഴ്ത്തി കെട്ടാന്നുള്ളതാണ് അവരുടെ സിറ്റുവേഷൻ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഈ വിഷയം പറഞ്ഞാൽ ഉടനെ എന്ത് പറയും? ദൈവം പറഞ്ഞത്, മോശയോട് പറഞ്ഞത്, അബ്രാഹത്തോട് പറഞ്ഞത് അനുസരിക്കേണ്ടെന്നാണോ താങ്കൾ പറയുന്നത് എന്ന് ചോദിക്കും. ഇവിടെ വെളുപ്പിക്കുന്നത് ആരെയാണ്? അവരുടെ പ്രവാചകനെ. ഞാൻ പക്ഷെ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു, ദൈവം മോശയ്ക്ക് ഈ പ്രമാണം കൊടുത്തതിന് കാരണമുണ്ട്. അടിമകളെ പോലെ ഇസ്രായേൽ ജനം ഈജിപ്തിനെ അനുസരിക്കുന്നതിനായി ചാപ്പ് കുത്തിയതാണ്. കടുക്കിനിടുക, പച്ച കുത്തുക എന്നുള്ളതൊരു സിസ്റ്റം, അവരുടെ നാട്ടിലുള്ള സിസ്റ്റം. അങ്ങനെ ദൈവം മോശയ്ക്ക് കൊടുത്ത നിയമമാണ് പരിച്ഛേദനം. നിങ്ങൾ ഇത് ചെയ്തതിന് ഇതുപോലെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഇല്ല. അവർ പറയുന്നത് ദൈവം തരുന്നു, അത് അനുഷ്ഠിക്കുന്നു. ഇത് ദൈവിക നിയമമാണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഭരണാധികാരികൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളെ ദൈവത്തിന്റെ നിയമമായി അവതരിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ.
അതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർ പരിച്ഛേദനം വേണ്ട എന്ന് വളരെ വ്യക്തമായി ജെറുസലേം കൗൺസിൽ പറയുന്നത്. അപ്പോൾ നിയമം തന്നു അനുസരിക്കുക. ഇതിനപ്പുറത്തേക്ക് ഈ നിയമത്തിന് യാതൊരു പ്രസക്തിയില്ലാതെ നമ്മളത് മനസ്സിലാക്കണം. ഈ നിയമങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ആധുനിക കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത ദൈവിക നിയമം. അപ്പൊ ദൈവം 6-ാം നൂറ്റാണ്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള ദൈവമാണോ? ഇന്നുള്ളവർക്ക് ആ ദൈവം ബാധകമല്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. ദൈവം തന്നു അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവിക നിയമമല്ല, അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെതല്ല. ദൈവമാണല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, എൻ്റെ വിഷയാവധാനത്തിൽ തന്നെ ഞാൻ ചോദിച്ചു, ഒരു ദൈവം എവിടെയോ ഉണ്ട്, ആ ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രവാചകന്മാരെങ്ങനെ വരിവരിയായി വിട്ടു, ഒരു പുസ്തകം കൊടുത്തയച്ചു, എന്നിട്ട് ജനങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ പ്രവാചകന്മാർ പറഞ്ഞത് കേട്ടോളണം, ഈ പുസ്തകം അനുസരിച്ചോളണം, എന്നെ മാത്രം ആരാധിക്കണം, ഈ പുസ്തകത്തിനനുസരിച്ച് അതേപോലെ ജീവിക്കണം, പ്രവാചകന്മാർ എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കണം, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതെന്താ ദൈവം? ഇങ്ങനെ ഒരു ദൈവം? അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവിന്റെ കുരിശ് മരണമാണ് രക്ഷയ്ക്ക് കാരണമെന്ന് വേറെ ഏതെങ്കിലും മതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ മതങ്ങളിലും ഇത് തന്നെയല്ലേ പറയുന്നത്, പുസ്തകം കൊടുക്കുന്നു, പ്രവാചകന്മാരെ അയക്കുന്നു, ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്ന്. ഇത് തന്നെയാണ് ഞാനും തിരിച്ചും ചോദിക്കുന്നത്. എല്ലാ മതങ്ങളും രാജാക്കന്മാർ വളർത്തിയ മതങ്ങളാണ്. ഭരണാധികാരികൾക്ക് വേണ്ടി അവർ നിയമമുണ്ടാക്കുന്നു, ആ നിയമത്തിന് ദൈവിക പ്രതിച്ഛായ കൊടുക്കുന്നു, എന്നിട്ട് പറയും ദൈവം പറഞ്ഞതാണ്, രാജാവ് പറയുന്ന ഓരോ നിയമങ്ങളും അനുസരിച്ചു കൊള്ളുക. ഇതിനപ്പുറം ഇതിൽ എന്ത് യുക്തിയാണുള്ളത്? അതാണ് ഞാൻ ചോദിച്ചത്. ജെറുസലേം കൗൺസിൽ കൂടിയപ്പോൾ ജെറുസലേം കൗൺസിലിൽ വളരെ വ്യക്തമായി, അതായത് പൗലോസിലേക്ക് വിജാതീയ നാട്ടിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ അവിടെ ചെന്നപ്പോൾ യഹൂദ നിയമങ്ങൾ അനുസരിക്കാത്ത ക്രിസ്ത്യാനികൾ, മോശയുടെ നിയമങ്ങളെ വള്ളിപുള്ളി തെറ്റാതെ ജീവിക്കുന്ന യഹൂദന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ യഹൂദന്മാർ ക്രിസ്ത്യാനികളായപ്പോൾ യഹൂദന്മാരുടെ ആ പാരമ്പര്യവും ക്രിസ്തുവിനെയും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിജാതീയർ അവരുടെ സംസ്കാരവും ക്രിസ്തുവിനെയും കൂടി ചേർത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടായി. എന്താണ് ഇതിലെ യഥാർത്ഥ സത്യം? യഹൂദന്മാരുടെ നിയമങ്ങൾ യേശു ക്രിസ്തുവിന്റെ പ്രബോധനം അനുസരിച്ച് കൊണ്ടുപോകേണ്ടതോ അല്ലെങ്കിൽ അത് പറയേണ്ടതല്ലേ, അത് അവർ പഠിപ്പിക്കേണ്ടതല്ലേ? വിജാതീയ ആളുകളെ മോശയുടെ ന്യായപ്രമാണം പഠിപ്പിച്ചിട്ട് വേണ്ടേ യേശുവിനെ പഠിപ്പിക്കാൻ എന്നാണ് അവരുടെ സംശയം. പൗലോസ്ലീഹ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന്. അങ്ങനെ വിജാതീയ ക്രിസ്ത്യാനികളും യഹൂദ ക്രിസ്ത്യാനികളും തമ്മിലൊരു ഡിസ്കഷൻ നടക്കുക, ചൂടേറിയ വാഗ്വാദം. അതിനുശേഷം ഈ വാഗ്വാദത്തിൽ എല്ലാവർക്കും സംസാരിക്കാൻ അവസരമുണ്ട്. ആ ജെറുസലേം കൗൺസിലിലെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പത്രോസ്ലീഹയാണ്, അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി യാക്കോബ് സ്ലീഹയാണ്. എന്നിട്ട് അവരെടുത്ത തീരുമാനം എന്താ? അവരെടുത്ത തീരുമാനം വളരെ സ്പഷ്ടമായിരുന്നു. മോശയുടെ ന്യായപ്രമാണം ജനങ്ങളുടെ മേൽ, നമുക്ക് പോലും ചുമക്കാൻ സാധിക്കാത്ത ഈ ന്യായപ്രമാണം നമ്മൾ എന്തിനാണ് വിജാതീയരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അതുകൊണ്ട് അത് അവരെ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. എങ്കിലും അവരുടെ ഇടയിൽ വസിക്കുന്ന യഹൂദന്മാരെ പ്രതി 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് വിജാതീയരോട് പ്രത്യേകമായി പറയുന്നു. ഏതാണ് 4 കാര്യങ്ങൾ? വിഗ്രഹാർപ്പിത ഭക്ഷണം, വ്യഭിചാരം, കഴുത്ത് ഞെരിക്കപ്പെട്ടവ. ഇങ്ങനെയുള്ള 4 നിയമങ്ങളിൽ നിന്ന് അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചോളം ഇടർച്ച ഉണ്ടാകും, അതുകൊണ്ട് കൂട്ടായ്മയിൽ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് ഇത് 4 കാര്യം മാത്രം നിങ്ങൾ ചെയ്യരുത്, ബാക്കി നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് അന്ത്യോക്യയിലെ കൗൺസിൽ കൂടിയെന്ന്. ആദ്യം പൗലോസ്ലീഹയുടെ സ്ഥലമാണ് അന്ത്യോക്യ, അത് കാരണം കൊണ്ട് അന്ത്യോക്യയിലാണ് ഈ കൗൺസിൽ കൂടിയത്. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു, നല്ല തെറ്റി, ജെറുസലേമിലാണ് കൗൺസിൽ കൂടിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് അന്ത്യോക്യയിൽ കൂടിയെന്ന് പറയാൻ കാരണം? അന്ത്യോക്യ വിജാതീയ നാടാണ്. അപ്പൊ അവിടെ വെച്ച് കൂടിയിട്ട് പൗലോസ്ലീഹയുടെ തീരുമാനം അങ്ങോട്ട് പാസ്സാക്കിയെടുത്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു വിഫലമായ ശ്രമമാണ് നടത്തിയത്. നോക്കിയപ്പോൾ ജെറുസലേമിലായി സംഭവം നടക്കുന്നത്, എന്നിട്ട് അനുകൂലമായി വിധിച്ചിരിക്കുന്നത് വിജാതീയർക്ക് അനുകൂലം. കണ്ടോ ഡിഫറൻസ് മനസ്സിലായി? അപ്പൊ അദ്ദേഹം അന്ത്യോക്യയിൽ എന്ന് പറയുന്നതിന് കാരണതായിരുന്നു അന്ത്യോക്യയിൽ കൗൺസിൽ കൂടി തരാൻ. ഇനി അന്ത്യോക്യയിലെ സഭ പൗലോസ്ലീഹയാണ് സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് അന്ത്യോക്യയിൽ ഉണ്ടായെന്ന് സ്ഥാപിച്ചു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു ആശയം.
അതിന്റെ പൊള്ളത്തരം എന്താണെന്നറിയാമോ? പൗലോസ്ലീഹ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് അന്ത്യോക്യയിൽ ഒരു സഭയുണ്ട്. അത് മനസ്സിലാക്കണേ. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ ആ സമയത്ത് ക്രിസ്തുവിനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതാണ് വ്യത്യാസം. കാരണം എന്താ പറയുമോ, ചരിത്രത്തില് ഒരിക്കലും പൗലോസ്ലീഹ സ്ഥാപിച്ച സഭയാണ് അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ ജനസമ്മതിക്കില്ല. എന്തിന്? നമ്മുടെ നാട്ടിലുള്ള യാക്കോബായ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള യാക്കോബായ ഓർത്തഡോക്സ് സഭക്കാർ സമ്മതിക്കുമോ പൗലോസ്ലീഹയുടെ സഭയാണ് അന്ത്യോക്യ എന്ന് പറഞ്ഞ? കാരണമുണ്ട്. ചരിത്രം പറയുന്നത് പത്രോസ്ലീഹ ജെറുസലേം കഴിഞ്ഞാൽ പിന്നെ പോയി പ്രസംഗിച്ച സ്ഥലമാണ് അന്ത്യോക്യ. അവിടെ നിന്ന് പിന്നെ റോമിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെയുള്ള രാജാവ് പത്രോസിനെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിച്ചു. തിയോഫിലസ് അദ്ദേഹം പത്രോസിന്റെ പ്രസംഗം കേട്ട് മനസ്സറിപ്പെട്ട് അവിടെയുള്ള ജനങ്ങൾ ക്രിസ്ത്യാനികളായി എന്നുള്ളൊരു ചരിത്രമാണ് കിടക്കുന്നത് അന്ത്യോക്യയിൽ. പിന്നീട് പത്രോസ്ലീഹ റോമിലേക്ക് പോയി. റോമിൽ വെച്ച് പത്രോസും പൗലോസും കൂടി ഒരുമിച്ചവിടെ സുവിശേഷം പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് അവർ ഒരേ ദിവസം മരിച്ചു എന്നാണ് പറയുന്നത് നീറോ ചക്രവർത്തിയുടെ കയ്യാൽ. രക്തം കൊടുത്താ പൗലോസ്ലീഹ സാക്ഷ്യം നൽകിയത്. അതാണ് ജൂൺ 29 കത്തോലിക്ക സഭ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുന്നത്. അത്രയും ബന്ധമുണ്ട് പത്രോസും പൗലോസും തമ്മില് ചരിത്രത്തിൽ. ഇതൊന്നും അറിയാതെ ബൈബിളിൽ ഒരു ഭാഗം വായിച്ചിട്ട് പത്രോസ് ഇങ്ങനെ പറഞ്ഞു പൗലോസ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമുള്ളത്? ഗലാത്യ സഭയിലേക്ക് പോയപ്പോൾ പത്രോസ് യഹൂദന്മാരെ കണ്ടപ്പോൾ യഹൂദന്മാരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, വിജാതിരെ മാറ്റി നിർത്തി. ഇത് കണ്ടപ്പോൾ പൗലോസ് പത്രോസിലേക്കായി തിരുത്തി, നീ അങ്ങനെ ചെയ്യരുത്, എല്ലാവരും ഒരുപോലെയാണ് സഭയിൽ, ജാതി വ്യത്യാസമില്ല സഭയ്ക്ക്, യഹൂദനും യവനും ഒരുപോലെയാണ്, ജാതി പറയരുത് എന്ന രീതിയിൽ പൗലോസ് പത്രോസിനെ തിരുത്തി. ഇത് കാണിച്ചുകൊണ്ട് പറയാണ്, കണ്ടോ പൗലോസ് പത്രോസിനെ തിരുത്തി. പത്രോസും ശിഷ്യന്മാരും യേശു പറഞ്ഞ പോലെ ജീവിക്കുന്നവരായിരുന്നു, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അപ്പോൾ പൗലോസ് അദ്ദേഹത്തെ തിരുത്തിയെന്ന്. എന്ത് യുക്തിയുള്ളത്! ഞാനതിനെ കൗണ്ടർ ചെയ്തു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ പത്രോസ്ലീഹയുടെ മുമ്പിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കി വിട്ടു. അതിൽ ഇഴജന്തുക്കളും അശുദ്ധമായ ഭക്ഷണം ഉണ്ടായിരുന്നു. ദൈവം പത്രോസിനോട് പറഞ്ഞു, നീ ഇതെടുത്ത് ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, നോ, ഞാൻ കഴിക്കില്ല, അശുദ്ധമായതാണ്, ഇത് ഞാൻ ഭക്ഷിക്കില്ല. അപ്പോൾ അത് മുകളിലോട്ട് പോയി. വീണ്ടും താഴ്ത്തിറങ്ങിയിട്ട് പറഞ്ഞു, ദൈവം പറയുന്നു നീ ഭക്ഷിക്കുക. വീണ്ടും പത്രോസ് ഇത് ആവർത്തിച്ചു. വീണ്ടും അത് മുകളിലോട്ട് പോയി. 3-ാം പ്രാവശ്യം ഇത് ചെയ്തേ. 3-ാം പ്രാവശ്യം പത്രോസ് ഇങ്ങനെ തന്നെ പറയുന്നത്, ഞാനിത് ഭക്ഷിക്കില്ല. അപ്പോൾ നീ ഇത് ഭക്ഷിക്കുക, ദൈവം വിശുദ്ധമാക്കിയത് നീ അശുദ്ധമെന്ന് പറയരുത്. അവൻ ഭക്ഷിച്ചില്ല, അതെടുത്തുപോയി. ഈ ദർശനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നേലിയസിന്റെ ഭവനത്തിൽ നിന്ന് ആളെ വിട്ടിരിക്കുക, നീ ഞങ്ങൾക്ക് വിജാതിയർക്ക് സുവിശേഷം തരൂ എന്ന് പത്രോസിനോട്. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, വിജാതിയർ എന്ന രീതിയിലാണ് ഇഴജന്തുക്കൾ ഒക്കെ നിൽക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജാതിയനെ വിളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ അശുദ്ധമായ ഭക്ഷണ സാധനം എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വിജാതീയ കൂട്ടം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് നീ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ വിജാതിയെ നീ സഭയിലേക്ക് സ്വീകരിക്കുക എന്നാണ് ഈ ദർശനത്തിന്റെ അർത്ഥമെന്ന് പത്രോസിന് വളരെ വ്യക്തമായി. പത്രോസ് അവരുടെ കൂടെ പോയി, ദർശനമനുസരിച്ച് അവരുടെ കൂടെ പോയി. ഇതിനോട് പറയുക, ദൈവത്തിന്റെ ദാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, വിജാതിയരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആരംഭിച്ചു, വിജാതിയർ. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാതെ എന്റെ എതിർ സംവാദകൻ എന്നോട് സംവദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് ഏറ്റവും രസകരമായ ഒരു കാര്യം. പത്രോസിന്റെ മുമ്പിലേക്ക് ഭക്ഷണത്തിലേക്ക് ഇറക്കി, അത് അശുദ്ധമായ ഭക്ഷണമായിരുന്നു. പത്രോസ് പറഞ്ഞു, ഞാൻ ഭക്ഷിക്കില്ല. അപ്പൊ ദൈവം പറഞ്ഞു, നീ ഭക്ഷിച്ചുകൊള്ളുക. അപ്പൊ പത്രോസ് പറഞ്ഞു, ഹേയ്, അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിക്കില്ല, ഞാൻ മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷിക്കില്ലെന്ന് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യനായ പത്രോസ് യേശു പഠിപ്പിച്ച പോലെ അശുദ്ധമായ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയാണോ എന്നാണ് എതിർ സംവാദകൻ എന്നോട് ചോദിച്ചത്. ഇതിന് ഞാൻ എന്തും മറുപടി പറയും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ അപ്പോൾ ചിന്തിച്ചത് എന്താ പറയുമോ, ഇദ്ദേഹം എങ്ങാനും 10-ാം ക്ലാസ് പാസ്സായി ഉണ്ടാവില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മൾ ഇങ്ങനെയാണ് ഒരു പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കുന്നത്.
എന്താണോ ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതിന് ഘടകവിരുദ്ധമായി അത് വായിച്ച് വ്യാഖ്യാനിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കുന്നു? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവം പറയുന്നു ഈ ഇഴജന്തുക്കളെ ഭക്ഷിച്ചൊള്ളുക, അത് വിശദീകരിച്ചതാണ് എന്ന് പറയുമ്പോൾ പത്രോസ് പറയാണ്, യേശു പറഞ്ഞിട്ടുണ്ട് ഇത് ഭക്ഷിക്കരുത്, ഞാൻ ഭക്ഷിക്കില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയാണ് അവർ വ്യാഖ്യാനം കിടക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ അധ്യായത്തിന്റെ സന്ദേശം? എന്തുകൊണ്ടാണ് ഇഴജന്തുക്കളെ ഭക്ഷിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഭക്ഷണം അശുദ്ധമല്ലെന്ന് പറയുന്നത്? ആ ഒരു യുക്തിയെ മനസ്സിലാക്കാതെ പത്രോസ് പറയാണ് ദൈവം പറഞ്ഞാലും യേശു പറഞ്ഞ ഞാൻ അനുസരിക്കില്ല എന്ന രീതിയിലുള്ള ഇത്രയും തരം താഴ്ന്ന ഒരു മറുപടി ഞാൻ കേട്ട് അന്തം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അതാണ് ബൈബിൾ ഉപയോഗിച്ച് ഇസ്ലാമിന് വേണ്ടി പുതിയതായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയല്ലേ പല മുസ്ലിങ്ങളും ബൈബിളിനെ കാണുന്നത്? നമ്മളിത് മനസ്സിലാക്കണം. ഇവർക്കുള്ളിലേക്ക് എങ്ങനെ സുവിശേഷം എത്തും? ഇവർ യേശു ക്രിസ്തുവിനെ നേരെ പിടിച്ച് മുസ്ലിമാക്കിയിട്ട് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ എന്തതിന് അർത്ഥം? പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വന്നത്, ഈ ജെറുസലേം കൗൺസിലിൽ ഇങ്ങനെയൊക്കെ തീരുമാനം കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തല പ്രവർത്തനം 21-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണേ, അവിടുത്തെ രംഗം ഇതുപോലെ തന്നെയാണ്. ഇതേപോലത്തെ മറ്റൊരു ദോഷത്തെ എവിടെയും കാണുക. പൗലോസ് വിജാതീയ നാട്ടിൽ സുവിശേഷം പ്രസംഗിച്ച് തിരികെത്തി ജെറുസലേമിലെത്തി. ജെറുസലേമിൽ അവിടെയുള്ള സഭയ്ക്ക് അവരുടെ തന്നെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. യാക്കോബ് ശ്ലീഹയും അവിടെയുള്ള ആളുകളും ദൈവത്തെ സ്തുതിച്ചു. വിജാതിയർ യേശുവിനെ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം അവർ പൗലോസിനോട് പറയുക, നീ ഇപ്പോൾ ഇവരുടെ അടുത്താണല്ലോ, യഹൂദന്മാരുടെ അടുത്ത് ജെറുസലേമിലാണല്ലോ, നിനക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നീ വിജാതീയ നാടുകളിൽ പോയി യഹൂദ നിയമം പാലിക്കണ്ടെന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കിംവദന്തി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ഒരു കിംവദന്തിയെ മാറ്റിയേ തീരൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ കൂട്ടത്തിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി നേർച്ച നേർന്നിരിക്കുന്ന തലമുണ്ടനം ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ പണം നീ എടുക്കുക, അവരോട് കൂടെ നീയും ആ ഒരു വ്രതം എടുക്കുക. അതനുസരിച്ച് പൗലോസ്ലീഹ തലമുണ്ടനം ചെയ്യുകയും അവരുടെ കൂടെ വ്രതമെടുത്ത് ജെറുസലേമിലേക്ക് ദേവാലയത്തിലേക്ക് പോവുകയും, എന്നാൽ അവിടെ വെച്ച് ഇവനാണ് ഞങ്ങളെ ശത്രു എന്ന് പറഞ്ഞ അവിടെയുള്ള ആളുകളെ പൗലോസ്ലീഹയെ പിടിച്ച് ക്രൂരമായി ദണ്ഡിക്കുന്നതും കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് എടുത്തുകൊണ്ട് പറയുക, ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്ന പൗലോസ് ന്യായപ്രമാണം അനുസരിച്ച് യാക്കോബ് ശ്ലീഹയെ വാക്ക് കേട്ട് ജെറുസലേമിലെ ഇതാ നാസർ വ്രതമെടുക്കാൻ പോയി എന്നാണ് ഇവർ പറയുന്നത്. ശ്രദ്ധിക്കണേ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും, എന്തിങ്ങനെ? പക്ഷെ ക്രിസ്തുമതം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം, സംസ്കാരം മാറ്റി യഹൂദ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രിസ്തുമതം. മറ്റെല്ലാ മതങ്ങളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സംസ്കാരത്തെ മാറ്റി അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നതാണ് ആ മതം. എന്നാൽ ക്രിസ്തുമതം അങ്ങനെയല്ല. ഏത് സംസ്കാരത്തിൽ ചെന്നാലും അവരുടെ യേശുവിനെ നൽകുന്നു, സംസ്കാരത്തെ മാറ്റില്ല. എന്നാണ് ക്രിസ്തുമതം ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പൊ പൗലോസ് ചെയ്തത് തന്നെ, വിജാതി നാട്ടിൽ പോയപ്പോൾ അവരുടെ സംസ്കാരത്തെ ഒന്നും മാറ്റാൻ തോന്നില്ല, ക്രിസ്തുവിനെ നൽകി. യഹൂദനാണ് നാട്ടിൽ ചേരുമ്പോൾ യഹൂദ സംസ്കാരത്തിൽ തന്നെയാണ് ക്രിസ്തുവിനെ നൽകുന്നത്. ജെറുസലേം ദേവാലയത്തിൽ തന്നെയാണ് ക്രിസ്തുവിനെ നൽകുന്നത്. ഇപ്പൊ ഇവരിത് പറയുന്നത് മുനാഫിക്കാവുന്നത്, അത് അവരുടെ കൾച്ചർ. മുനാഫിക്കാവില്ലേ? ദൈവത്തിന് എന്താ എല്ലാ സംസ്കാരങ്ങളും ഒരുപോലെയല്ലേ? ദൈവത്തിന് എല്ലാവരും ഒരുപോലെയല്ലേ? നമ്മളത് മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഈ അറബി സംസ്കാരം മാത്രം മതിയോ ലോകം മുഴുവൻ? അല്ലെങ്കിൽ യഹൂദ സംസ്കാരം മാത്രം മതിയോ ലോകത്തിൽ മുഴുവൻ? അങ്ങനെയല്ലെന്നേ. സംസ്കാരം മാറ്റാതെ ക്രിസ്തുവിനെ നൽകി. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാരണം. അത് പൗലോസ് പറയുന്നുണ്ട്, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഞാൻ യഹൂദരുടെ അടുത്ത് പോകുമ്പോൾ യഹൂദരെ പോലെയായി, യവനന്മാരുടെ അടുത്ത് പോകുമ്പോൾ യവനന്മാരെ പോലെയായി. ഇതാണ് യേശുവിന്റെ പൗലോസ് ശ്ലീഹായുടെ ഒരു ശൈലി എന്ന് പറയുന്നത്.
യേശുക്രിസ്തു അങ്ങനെയാണ് സുവിശേഷത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ ഇങ്ങനെ അവരുടെ ചെരുപ്പിനനുസരിച്ച് ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഇങ്ങനെ തോന്നും. ഇനി ഒന്നാമത്തെ കാരണം പറഞ്ഞില്ലേ. ഈ രണ്ടാമത്തെ കാരണം എന്താണ് ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം ദേവാലയത്തിനുള്ള പ്രസക്തി? AD 30 ക്രിസ്തു മരിക്കുന്നത്. AD 70 ജെറുസലേം ദേവാലയം തകരുന്നത്. അപ്പൊ എത്ര വർഷം? 40 വർഷം. ഈ 40 വർഷത്തിനുള്ളിൽ ജെറുസലേം ദേവാലയത്തിന് പ്രത്യേകതയുണ്ട്. ജെറുസലേം ദേവാലയം ക്രിസ്തുവിന്റെ ശരീരത്തോട് ഉപമിക്കപ്പെട്ടതാണ്. എന്താ പറഞ്ഞതിന് അർത്ഥം എന്നറിയോ? യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പുനരുദ്ധരിക്കും. ആ ദേവാലയം എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരത്തോട് ഉപമിച്ചു. യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു, ജെറുസലേം ദേവാലയം തകർക്കപ്പെടും. അത് എപ്പോൾ തകർക്കപ്പെടും? ഈ തലമുറ കടന്നു പോകുകയില്ലെന്ന യേശുനാഥൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്. അതായത് 40 വർഷം AD 70 ഇത് തകർക്കപ്പെട്ടു. ഇത് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ 770 ആഴ്ചവട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിലെ പ്രവചനം. അത് അഭിഷിക്തൻ 62-ാം വർഷത്തിൽ ഛേദിക്കപ്പെടും. 70-ാം വർഷം, അതായത് 70-ാം ആഴ്ച, 62-ാം ആഴ്ചയിൽ ഛേദിക്കപ്പെടും. 70-ാം ആഴ്ചയിൽ ജെറുസലേം ദേവാലയം തകർക്കപ്പെടും. പിന്നെ മറ്റൊരു പുതിയൊരു ജെറുസലേം മഹാമേരുവായി മാറും. ഇതാണ് ദാനിയേൽ പ്രവാചകന്റെ ദർശനം, 770 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് കർത്താവിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. AD 30 മുതൽ AD 70 വരെയും കർത്താവിന്റെ മഹത്വം ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ബലികളും ഉണ്ടായിരുന്നു. യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷവും ആ ബലികൾ അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ബലിയോട് ചേർത്തായിരുന്നു. അതാണ് അതിന്റെ വീക്ഷണം. AD 70 ശേഷം ഈ ദേവാലയം തകർക്കപ്പെടുകയും പൂർണ്ണമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, സഭ സ്വർഗീയ ജെറുസലേമായി, പുതിയ ജെറുസലേമായി മാറുകയും ചെയ്തു. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ പോലെ മഹാമേരുവായി മാറി. അവിടെ മുതൽ ആ മലയിലോ ഈ മലയിലോ അല്ല, സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ പ്രബോധനം അവിടെ മുതൽ ആരംഭിക്കുക. എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കുക. മറ്റേത് ജെറുസലേമിൽ പോകണം, വേറെ ഭാഷയിൽ പറഞ്ഞാൽ കബ്ബയിലേക്ക് പോകണം ആരാധിക്കാൻ. എന്നാൽ ആ നിയമം മാറാണ്. എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നേ. സത്യത്തിലും ആത്മാവിലും, ആ മലയിലോ ഈ മലയിലോ അല്ല, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക. യേശു പറഞ്ഞ കാര്യം, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ കാര്യം സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞ 4-ാം അധ്യായത്തിൽ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. എന്നാൽ സത്യം യേശു ക്രിസ്തു, എന്നാൽ ആത്മാവ് പരിശുദ്ധാത്മാവ്. ആരാധിക്കുക പിതാവിനെ, അതായത് പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുക. പിന്നെ ഇവരുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, നമ്മളൊരു ഉത്തരം പറഞ്ഞു തരുക, ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അവർ വീണ്ടും ആ ചോദ്യം മറിച്ചിടും. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യം ചോദിച്ചു, യേശു ക്രിസ്തുവിന്റെ കുരിശും മരണമാണ് രക്ഷ എന്ന് പഴയ നിയമ പ്രവാചകന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതനുസരിച്ച് ജീവിക്കുന്ന ജനത ഉണ്ടായിട്ടുണ്ടോ? അതാരെങ്കിലും യേശുവിന്റെ ശിഷ്യന്മാരിൽ വിശ്വസിച്ചിട്ടുണ്ടോ? പൗലോസ്ലീഹായി അല്ലാതെ. ഞാനതിന് മറുപടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകന്മാരെന്നല്ല, പത്രോസോ യേശുവിന്റെ ശിഷ്യന്മാരോ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്ന്. അപ്പൊ അതിന് പത്രോസ്ലീഹായെ കോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല ഉദ്ദേശിക്കുന്നത്, കുരിശുമരണത്താലാണ് രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ വഴുതി 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 ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക എന്നല്ലാതെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞു എന്ന് പോലും സമ്മതിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഇവരെ ഉള്ളിലിരിക്കുന്ന ആ ചെരുപ്പുണ്ടല്ലോ, അത് അങ്ങനെ നിൽക്കുക. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഈ ഒരു വിഷയം, ഈ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, അത് രസകരമായി തോന്നി. അവരോടൊരു ചോദ്യം ചോദിച്ചു, യേശുവിന്റെ കുരിശുമരണം കൊണ്ട് എന്താണ് ശിഷ്യന്മാർക്ക് ലഭിച്ചത്? രക്ഷ എന്ന് പറഞ്ഞ് എന്ത് ലഭിച്ചു? അപ്പൊ ഞാനതിനുള്ള ഉത്തരം വളരെ വ്യക്തമായി ബൈബിളിൽ നിന്ന് എടുത്ത് പറഞ്ഞതേ. ഇവരുടെ അവലോകനത്തിൽ ഇവർ പറയുകയാണ്, ഞാനൊരു ഉത്തരം പറഞ്ഞില്ല. എന്തുത്തരം? ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ല. അത്ര യേശുവിന്റെ കുരിശുമരണത്താൽ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു ഉത്തരമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു.
കാരണം ന്യായപ്രമാണം നീങ്ങിപ്പോകുന്നില്ലല്ലോ, അത് പൂർത്തീകരിക്കപ്പെടുകയല്ലേ ചെയ്തത്. ഇപ്പൊ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നത് കാൽവിനിസ്റ്റ് ചിന്താഗതിയാ. കത്തോലിക്കനോട് ചോദിച്ചാൽ കത്തോലിക്കൻ എങ്ങനെ മറുപടി പറയും? കാൽവിനിസ്റ്റ് ചിന്താഗതിയിലാണ് ന്യായപ്രമാണം നീങ്ങിപ്പോയി, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞേക്കും, നിങ്ങൾ ഞങ്ങളെ സഭയിൽ ചേർന്നാൽ മതി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കാൽവിനിസാണ്. കത്തോലിക്കൻ അങ്ങനെ മറുപടി പറയില്ല. നമുക്കൊരു ഉത്തരവുള്ളൂ, യേശു ക്രിസ്തുവിന് കുരിശ് മരണത്താൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഞാൻ ആ ഡിബേറ്റിൽ പറയുന്നുണ്ട്, പത്രോസിലേക്ക് പറയുന്നുണ്ട്, യേശു കുരിശ് മരിച്ചതിനാൽ നിങ്ങൾക്കും ഈ ദാനം ലഭിക്കും, നിങ്ങൾ വിശ്വസിക്കുക, സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതുവരെ ഓരോരുത്തർക്കായി കൈമാറി വന്നിരുന്ന പരിശുദ്ധാത്മാവ് അതിനുശേഷം സഭയിൽ മുഴുവൻ സകലർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഇതാണ് അതിന്റെ ഉത്തരം. ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്തം പോയി, കാരണം ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് ഞാൻ പറയണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് അത് വേറൊരു മറ്റൊരു ചർച്ചാ വിഷയമാണ്. യേശു പറഞ്ഞ സത്യാത്മാവ് ആരാണ്? അത് പരിശുദ്ധാത്മാവൊന്നുമല്ല, അത് മുഹമ്മദിനെയാണ് പറയേണ്ടത് എന്ന രീതിയിൽ പറയുക. ഇവിടെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം. ഹോളി സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന വാക്കിനർത്ഥം അരൂപി, പരിശുദ്ധ അരൂപി. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ്, മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് എന്നൊക്കെ വരുന്നത്. മനുഷ്യാത്മാവ് പോലെ ഒരു ആത്മാവൊന്നല്ല ഈ പരിശുദ്ധാത്മാവ്, അരൂപിയാണ്. മനുഷ്യാത്മാവ് അരൂപിയാണ്, ശരീരത്തിന് പുറത്താണ്. പുറത്തേക്ക് വരുമ്പോഴാണ് അരൂപിയുടെ രൂപത്തില് മനുഷ്യാത്മാവിനെ കാണാൻ സാധിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു അരൂപിയാണ് ഹോളി സ്പിരിറ്റ് ആണ്. സ്പിരിറ്റും സോളും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ സോളും സ്പിരിറ്റാണ്, പക്ഷെ എല്ലാ സ്പിരിറ്റും സോളല്ല. എന്താ പറഞ്ഞതിനർത്ഥം? അരൂപിയാണ് എല്ലാ മനുഷ്യരുടെയും ആത്മാവ്. എന്നാൽ അതുകൊണ്ട് എല്ലാ മനുഷ്യാത്മാവും എന്താണ് അരൂപികളാണ്. എന്നാൽ എല്ലാ അരൂപികളും മനുഷ്യാത്മാവല്ല. എന്താണ് അരൂപികൾ? മാലാഖ അരൂപികളാ, മനുഷ്യാത്മാവല്ല. പിന്നെ ദൈവം അരൂപിയ, മനുഷ്യാത്മാവല്ല. പിതാവ് അരൂപിയ, വചനമാവ് ദൈവം അരൂപിയായിരുന്നു, ഇപ്പോൾ മനുഷ്യരൂപത്തിലാണ് യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവ് അരൂപിയ, ഹോളി സ്പിരിറ്റ്. പക്ഷെ ഇതൊന്നും മനുഷ്യാത്മാവല്ല, ആത്മാവല്ല, സോളല്ല, സ്പിരിറ്റാണ്. മനുഷ്യന്റെ സ്പിരിറ്റിനെ പറയുന്ന പേര് സോൾ. മാലാഖയുടെ സ്പിരിറ്റിന് എന്ത് പറയും? മാലാഖ. ദൈവത്തിന്റെ സ്പിരിറ്റിന് എന്ത് പറയും? ദൈവം. മനസ്സിലായോ? അപ്പൊ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് 3 അരൂപകളിൽ ഒരു ദൈവം വസിക്കുന്നു. അതിൽ മൂന്നാമത്തെ അരൂപിയാണ് ഹോളി സ്പിരിറ്റ്. യേശു പറഞ്ഞത് ഹോളി സ്പിരിറ്റിനെ പറ്റിയ. എന്താ? മുഹമ്മദ് അരൂപിയായി നടക്കുകയായിരുന്നു ലോകം മുഴുവൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ഒരു സഹായകനെ അയക്കും, യുഗാന്ത്യം വരെ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആര്? അത് മനുഷ്യാത്മാവാണ്, ഹോളി സ്പിരിറ്റ്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് പത്രോസ്ലീഹ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. അതുവരെ യേശുവിന്റെ ജീവിത കാലഘട്ടം വരെ, പെന്തക്കോസ്ത് വരെ, ഒറ്റ വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും വസിച്ചിരുന്നില്ല. പ്രവാചകന്മാരിൽ പോലും മാറി മാറി മാറിയാ വസിച്ചിരുന്നത്. ഈ ഹോളി സ്പിരിറ്റ് ഉള്ളവനെയാ പ്രവാചകൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിലെ പുതിയ നിയമത്തിൽ പ്രവാചികമാർ വരെയുണ്ട്. ഫിലിപ്പോസിന്റെ 4 പെൺകുട്ടികൾ പ്രവാചികമാരായിരുന്നു, അവർ പ്രവചിച്ചിരുന്നു. ഇവരുടെ ഏതെങ്കിലും പ്രവാചകന്മാർ ലിസ്റ്റിൽ പെണ്ണുങ്ങളുണ്ടോ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോറ എന്ന സ്ത്രീയുണ്ട്, പ്രവാചികയാ. യൂദിത്ത് എന്നൊരു സ്ത്രീയുണ്ട്, പ്രവാചികയാ. മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിൽ അങ്ങനെയാ. ബൈബിളിൽ ഒരു നിലയില് പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാർ മാത്രല്ല, മറിയം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇവരാകാന്തം വിട്ടുപോയി. കത്തോലിക്ക വ്യൂ പോയിന്റ് അതാ, ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നല്ല. അപ്പൊ എന്താണ് ഈ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നതിന്റെ പൊരുള്? നമുക്കത് അറിയണമല്ലോ. എന്ത് ന്യായപ്രമാണം നീങ്ങിപ്പോയത്? അതായത് ബാലിശമായ നിയമങ്ങൾ നീങ്ങിപ്പോയി, പകരം അത് നിയമത്തിന്റെ സ്ഥാനത്ത് സ്നേഹം കടന്നു വന്നു. ബാലിശമായ നിയമങ്ങളുണ്ട്, കുറേയധികം ചിട്ടവട്ടങ്ങളുണ്ട്.
അത് യേശു തന്നെ തിരുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് യേശു ശിഷ്യന്മാരും ഒരു ഗോതമ്പ് വയലിലൂടെ പോവുകയായിരുന്നു. ശിഷ്യന്മാർ ഗോതമ്പെടുത്ത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചിട്ട് വായിലിട്ട് കഴിച്ചു. ഇത് കണ്ടിട്ട് അവരുടെ ആളുകൾ പറഞ്ഞു, ഇന്ന് സാബത്താണ്, സാബത്ത് ദിവസം ഇവർ ഇതാ ഗോതമ്പെടുത്തു, ഇത് കൊയ്തു, കയ്യിലിട്ടിട്ടൊന്നു അവർ ഒന്ന് മെതിച്ചു, പിന്നെ ഊതി പാറ്റി തിന്നു. 3 പണിയെടുത്തിരിക്കുന്നു സാപത്തിൽ, ഇവർ പാപികളാണ്. അപ്പോൾ യേശു പറയുന്ന കാര്യം തന്നെ, നിങ്ങൾ പാത്രങ്ങളുടെ പുറംഭാഗം വൃത്തിയാക്കുന്നു, അകം വൃത്തിയാക്കുന്നില്ല. നിയമങ്ങൾ എങ്ങനെ വെച്ചിരിക്കുക, ഉള്ളു ശുദ്ധമല്ല. ഞാൻ യേശു പറയുന്നത് എന്റെ അടിസ്ഥാനപരമായ പോയിന്റിലേക്ക് വരൂ. വിശന്നിരിക്കുന്നതിന് ഭക്ഷണം കിട്ടുകയാണോ വലുത്, അതോ ഇവിടെ കൊയ്തു പാറ്റി പിന്നെ മെതിച്ചു എന്നൊക്കെ പറയുന്ന കുറ്റം ആരോപിക്കുന്നതാണോ വലുത്? നിയമമാണോ നോക്കേണ്ടത്, സ്നേഹമാണോ നോക്കേണ്ടത്? ഇതാണ് മോശയുടെ പ്രമാണങ്ങളൊക്കെ രസകരമായി ഇങ്ങനെയുള്ള കുറെ നിയമാധിഷ്ഠിതമായ കാര്യമുണ്ട്. താൽമൂദിലുണ്ട് ഇതേപോലെയൊക്കെ. ഒരു സ്ത്രീ, ആ സ്ത്രീയിൽ ഭർത്താവ് സംശയം പ്രകടിപ്പിക്കാൻ, ഇവൾ പിഴച്ചു പോയിരിക്കുന്നു സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, കന്യകയല്ലെന്ന് ആണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം എന്നറിയാമോ? പുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് ഈ പുരുഷൻ പറയും, ഈ സ്ത്രീ വ്യഭിചാര കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പ്രസ്താവിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുരോഹിതൻ എന്ത് ചെയ്യുന്ന, ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പാപം ചെയ്തിട്ടുള്ളതാണെങ്കിൽ വയറ് കീറി ഉദരം ഉള്ളിൽ പിളർന്നിട്ട് വയറുവേദന ചത്തു വീഴും. അവൾ പാപിയല്ലെങ്കിൽ അത് കുടിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതാണ് ഒരു ന്യായപ്രമാണം. ഇതിലൊക്കെ എന്ത് യുക്തിയുള്ളത്? ഇത് വളരെ സിമ്പിൾ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ഇവൾ പാപി അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവളത് കുടിക്കും, ഒരു കുഴപ്പമില്ലെന്ന് പറയും, ഭർത്താവിന് വിശ്വാസമായി, കാര്യം കഴിഞ്ഞു. പാപിനിയാണെങ്കിൽ അവളത് കുടിക്കില്ല, വയറുവേദനടുത്ത് ചത്തുപൂന്ന് ഭയപ്പെട്ടിട്ട് അവൾ പാപമായിട്ട് പറയും. ഇത്രയുള്ള എന്റെ വിഷയം. ഒരു സിനിമയുണ്ടല്ലോ, മിഥുന സിനിമയില് ഇപ്പോട്ടയ്ക്കും തല പൊട്ടിത്തെറിക്കുന്നു പറയുന്ന സംഭവം, അതേപോലെ സംഭവം. ഗോത്ര കാലഘട്ടത്തിലുള്ള നിയമങ്ങളാണ് ഇതൊക്കെ, സത്യം തെളിയിക്കുന്നതിനുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇതിന് വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്തു നിനക്ക് തിരുത്തുന്നത്. ഇങ്ങനെയുള്ള കുറെ പ്രമാണം അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസത്തിനെ എങ്ങനെ കുരുക്കിയിടുന്ന, ദൈവമായുള്ള ബന്ധത്തെ എങ്ങനെ മുറുക്കി കിട്ടുന്ന ആ ഒരു കാഴ്ചപ്പാടിലുള്ള നിയമങ്ങളാണ് അസാധുവായി മാറുന്നത്. ആർത്തവം അശുദ്ധിയാണെന്ന് ചിന്തിക്കുക, താഴ്ന്ന ജാതിക്കാർ താഴ്ന്നവരാണെന്ന് കരുതുക, ഇതൊക്കെ സുവിശേഷത്തിന് വിരുദ്ധമാണ്. അതായത് ഈ പ്രമാണങ്ങൾ റദ്ദാക്കപ്പെടുകയല്ല, പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ന്യായപ്രമാണം അതിന്റെ പൂർത്തീകരണത്തിലെത്തിയത് കൊണ്ട് ചില പിടിവാശികളായിട്ടുള്ള നിയമങ്ങളൊക്കെ അസാധുവായി. അവിടെ സ്നേഹം വെച്ച് നോക്കും. ഞാൻ പന്നിയിറച്ചി ഭക്ഷിക്കുമ്പോൾ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ? ഞാൻ ഒരുവനെ കൊല്ലുമ്പോൾ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ? മനസ്സിലായോ? ഞാൻ വ്യഭിചാരം ചെയ്യുമ്പോൾ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ? ഞാൻ ശരീരത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ ദൈവ സ്നേഹത്തിനെതിരാകുന്നുണ്ടോ? ഇതാണ് ബേസിക് കാര്യം. ഇതിനപ്പുറം സ്നേഹത്തിനെതിരെ നിൽക്കുന്ന ഒരു നിയമമില്ലെന്നേ. ഇതാണ് പ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നത്. സ്നേഹത്തിന് എതിര് നിൽക്കുന്നതെല്ലാം അനാവശ്യമായ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന നിയമങ്ങളാണ് നീങ്ങിപ്പോകുന്നത്. കാരണം അത് സ്നേഹത്തിൽ അധിഷ്ഠിതമല്ല, മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞു ഡിബേറ്റില്, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസറിന് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിച്ച് നിയമം ഉണ്ടാക്കണ്ട. അതാണ് അന്ന് വരെയും. ഇപ്പൊ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ഈ 19ാം നൂറ്റാണ്ടിലാണ്. അതുവരെയും സീസറിനെ ഉപയോഗിച്ച്, മതം ഉപയോഗിച്ച് ഭരിക്കുക സീസർ, ഏത് ഭരണാധികാരി, യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച്. അപ്പൊ യേശു പറഞ്ഞ പ്രബോധന സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ള ദൈവത്തിന്. അതിന്റെ പശ്ചാത്തലത്തിലാണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ. മതം രാജ്യത്തിൽ ഇടപെടണ്ട, മതത്തിൽ രാജ്യവും ഇടപെടണ്ട. ദൈവത്തിന്റെ നിയമമാണ് മതം പറയുന്നത്. രാജ്യത്തിനത് അതിലേക്ക് വളരാൻ പറ്റുമെന്ന് നോക്കിക്കോളും. രാജാവ് വേറെ നിയമം ഉണ്ടാക്കിക്കോളും. ആ നിയമത്തിലേക്ക്, ദൈവിക നിയമത്തിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവരാവുന്ന രീതിയിലുള്ള നിയമങ്ങൾ രാജ്യം ഉണ്ടാക്കൂ.
ഇതാണ് പറയുന്നത്. അപ്പോഴാണ് എബ്രഹാം ലിങ്കൻ അടിമത്തം നിരോധിക്കണം. നോക്കൂ, ബൈബിളിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അടിമത്തം പാടില്ലെന്നുള്ള ആശയം വരുന്നുണ്ട്. അടിമയും ഉടമയും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ആശയം വരുന്നുണ്ട്. ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ അടിമത്തത്തിനെതിരെ അവർ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ഒരു നിയമനിർമ്മാണം നടത്തിയത് ബൈബിൾ അനുസരിച്ചിട്ടാണെങ്കിൽ അടിമയുടമയും ഈക്വൽ എന്ന് പറയണം. പക്ഷെ അതിലേക്ക് വളരെ സമൂഹം റെഡി ആയിട്ടില്ല. സമൂഹത്തിനനുസരിച്ചുള്ള നിയമനിർമ്മാണം അവിടെ വരുത്തി. ഇതാണ് ഇന്നും ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഇപ്പൊ ട്രംപ് വിജയിച്ചു. എന്താ കാരണം? ട്രംപ് ക്രിസ്തുവിന്റെ പേര് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെ നിന്നു, ഭ്രൂണഹത്യക്കെതിരെ നിന്നു. ഈ രണ്ടാശയങ്ങളും പ്രധാനമായിട്ടും എതിരെ നിന്നു. ലിബറലിസത്തിനെതിരെ നിന്നു, അടിമത്തത്തിനെതിരെ നിന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇത് അൾട്ടിമേറ്റ് ട്രൂത്താണ്, ജനത്തിന്റെ ഉള്ളിൽ എഴുതപ്പെട്ടതാണ്. അതിലേക്ക് വളരുന്ന ജനം വോട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയുന്ന, ഇതിനെതിരെ പറയുന്ന വ്യക്തികൾ സിമ്പിളായിട്ട് തോറ്റുപോകും. അതാണ് കമലാ ഹാരിസിന്റെ പരാജയം ഉണ്ടായത്. അല്ലെങ്കിൽ അവിടെ ആ വ്യക്തി വിജയിക്കുകയാണെങ്കിൽ, ഈ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് വിജയിക്കുകയാണെങ്കിൽ ആ സമൂഹം ദുഷിച്ചു പോയി നടത്തും, സോദോം ഗൊമോറയെ പോലെ ആയി നടത്തും. ഒരു ആശയം, ദൈവിക വിഷയമല്ലാത്ത ഒരു ആശയത്തെ എടുത്തുയർത്തിയിട്ട് ആശയം ശരിയെന്ന് ആ ജനത വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ദൈവിക നിയമം ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയ ജനതയുണ്ട് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. അതാണ് ദൈവിക നിയമം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പൊതുവിലെ ഇവരുമായി സംവാദ വിഷയത്തിൽ കണ്ടത്. ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനിതിനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോരോ ഭാഗമായി കട്ട് ചെയ്തിട്ട് ഇന്ന ചോദ്യത്തിന് ഇന്ന മറുപടി, ഈ ഡിബേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ അവതരിപ്പിക്കും. കാരണം എന്താ പറയുമോ, ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര ഉത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് ഉത്തരങ്ങൾ ഇന്നതാണ്, ചോദ്യം ഇന്നതായിരുന്നു, ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇന്നതാണ്. ഇനി ഞാൻ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ സാധിച്ചു? ഞാൻ ഒറ്റ ചോദ്യം കൊണ്ട് അവർ കമത്തി അടിച്ചില്ലേ? ദൈവം തന്നു, അതിനനുസരിച്ചോളം എന്ന് പറഞ്ഞൊരു കൂടി അത് ദൈവിക നിയമമല്ല എന്നുള്ള കാര്യം സ്പഷ്ടമായില്ലേ? ഒരു യുക്തിയില്ലാത്തൊരു നിയമം ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേറെ എന്തൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു, ലാസ്റ്റ് കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു പൂജാരി ഒരു പൂച്ചയെ കെട്ടി എന്നൊരു പൂജ നടത്തി, ശിഷ്യന്മാരൊപ്പം പൂജ നടത്തുക. അങ്ങനെ ഇരിക്കും ഈ പൂജാരി മരിച്ചുപോയി. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? പൂച്ചയെ വീണ്ടും കൊണ്ട് അവിടെ കെട്ടി പൂജ നടത്തി തുടർന്നു. അങ്ങനെ ഇരിക്കെ പൂച്ച ചത്തുപോയി. അപ്പൊ ശിഷ്യന്മാർ ആലോചിക്കാണ്, പൂജ നടത്തണമെങ്കിൽ പൂച്ചയെ കൊണ്ടുവന്ന് കെട്ടിയിടണ്ടേ? ഗുരു അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? എന്നാ സംഭവിച്ചത്? അന്നുണ്ടായ ഒരു നിയമം ആചാരമായി, ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമായി, നാളത്തെ ശാസ്ത്രമായി, പിന്നെ ഇതിനെ പറ്റിയുള്ള പൂച്ചയുടെ ഗുണങ്ങളെ പറ്റിയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇറങ്ങുക. ഞാൻ എൻ്റെ കൺക്ലൂഷനിൽ വളരെ വ്യക്തമായി പറഞ്ഞ സംഭവം ഇതല്ലേ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഗ്രന്ഥം മഹത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഒറ്റ ചോദ്യം, സയന്റിഫിക് ആയ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചത്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം വേണ്ടേ? ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന അതിന് കാലഘട്ടത്തെ പറയുന്ന പേരാണ് ഒരു വർഷം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി സ്വയം തന്നെ അച്ചുതൊണ്ടി കറങ്ങി പൂർത്തിയാക്കുന്നതാണ് ഒരു ദിവസം. അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ആരംഭിച്ച് സൂര്യനെ ചുറ്റി ഇതേ സ്പോട്ടിൽ തന്നെ ഭൂമി എത്തുമ്പോൾ ഒരു വർഷമായി. അതിന് പറയുന്ന പേരാ ഒരു വർഷം. ഇവരുടെ മഹത്തായ ദൈവിക ഗ്രന്ഥം അനുസരിച്ചിട്ട് 365 ദിവസം ഒരു വർഷത്തിലുണ്ടോ? ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ട് വർഷം പറയാൻ പറ്റുമോ? യുക്തിപൂർവ്വം ചിന്തിക്കും. ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഭൂമി, ചന്ദ്രൻ 10 പ്രാവശ്യം വട്ടം കറങ്ങി കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ ഒരു വട്ടം ചുറ്റിയെത്തുന്നു പറയാതെ എന്ത് യുക്തിയുള്ളത്? അപ്പൊ അവർ ചോദിച്ചു, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ വിത്ത് വിതച്ച് നോക്കൂ, ഇത്ര മാസം കഴിഞ്ഞ് വിളവെടുക്കാമെന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ മനസ്സിലാവും.
ഓരോ വർഷം കഴിയുന്ന ഒരു റംസാൻ ഓരോ മാസം പിന്നേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞെടുത്തു. ഇനി സ്നേഹത്തിനെതിരായ 2 നിയമം ഞാൻ പറഞ്ഞെടുത്തു. ഒന്ന് അവയവദാനം. സ്നേഹത്തിനെതിരായ ഒരു നിയമമാണ്. മരണത്തിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച വ്യക്തിയുടെ അവയവങ്ങൾ കണ്ണുപോലും വേറൊരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അത് പുഴു തിന്നു പോയാലും വേറൊരു വ്യക്തിക്ക് കൊടുക്കില്ല. വാങ്ങും, കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? സ്നേഹമില്ല. ആ നിയമത്തിൽ സ്നേഹമില്ല. ദത്തെടുക്കുന്ന അവകാശം. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അനാഥ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള, സ്നേഹത്തെ വളർത്താനുള്ള അവകാശമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും റദ്ദ് ചെയ്തിരിക്കുക. അവിടെ സ്നേഹമുണ്ടോ? ആ നിയമത്തിൽ സ്നേഹമുണ്ടോ? ഇതാണ് ചോദ്യം. സ്നേഹത്തിനെതിരെ നിൽക്കുന്ന ഒരു നിയമത്തിനും പ്രസക്തിയില്ല. ദൈവികമല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷ യേശുവിന്റെ കുരിശുമരണത്താലാണ്. ന്യായപ്രമാണത്തിന് അടിസ്ഥാനമാക്കിയുള്ള കർമ്മമനുഷ്ഠാനത്താലല്ല, കർമ്മം ചെയ്തിട്ടല്ല രക്ഷ എന്ന് ഞാൻ ഈ ഡിബേറ്റിലൂടെ പറയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ദൈവം സുവിശേഷം പറയാൻ നൽകിയ ഒരു അവസരം. മതാന്തര സംവാദങ്ങൾ ഇതുപോലെ ആയിരിക്കണമെന്നാണ് സഭയുടെ ഒരു കൺസെപ്റ്റ്. മറ്റുള്ളവരുടെ മതങ്ങളെ വേദനിപ്പിക്കാതെ തന്നെ നമ്മുടെ സുവിശേഷം, സത്യസുവിശേഷം പറയുവാൻ കിട്ടുന്ന അവസരമായിട്ട് തന്നെ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി ഇവർക്ക് ഇതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവം ഏകനാണോ, തൃത്വമാണോ, മോണോത്തിസം വിയസ് ട്രിനിറ്റി, അല്ലെങ്കിൽ യേശു പ്രവാചകനാണോ, ദൈവമാണോ? ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളിൽ ആരോഗ്യകരമായ ഒരു സംവാദം, അറിയാനുള്ള ആഗ്രഹത്താലുള്ള സംവാദം, അല്ലാതെ യുദ്ധം ചെയ്യാനല്ല. അതൊരു നല്ലൊരു, അതായത് മുസ്ലിം സഹോദരങ്ങളുടെ ക്രൈസ്തവ വിഷയങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഈ ഡിബേറ്റിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെങ്ങനെയാണ് ക്രിസ്ത്യാനികളെ കാണുന്നത്, ന്യായപ്രമാണം നീങ്ങിപ്പോയ വ്യക്തികളായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പൗലോസിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന യേശുവിനെ പറ്റി അറിയാത്ത ഏതാ നോക്കുമ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. പൗലോസ് യേശുവിന്റെ പ്രമാണത്തിനെതിരായി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് മോശ പറഞ്ഞ പ്രമാണം അതുപോലെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് യേശു. യേശു പറഞ്ഞ നിയമങ്ങളൊക്കെ പൗലോസ് പറഞ്ഞതാണെന്നാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു കേട്ടോ, എന്താണ് മോശയ്ക്ക് ഓൾറെഡി തോറയുള്ളപ്പോ പിന്നെ എന്തിനാണ് ഇഞ്ചിയിൽ കൊണ്ടുവരേണ്ട ആവശ്യം യേശു എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇവർ അനുരഞ്ജന നിയമം എന്നാ നിയമങ്ങളൊന്നും പറഞ്ഞു തരച്ചൊരു ഉപകാരമായി. അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ മുസ്ലിംസിന് ഇഞ്ചിയിലനുസരിച്ച് ജീവിക്കണമെന്നൊരു നിയമമുണ്ടല്ലോ. ആ ഇഞ്ചിയില് വിശുദ്ധ ഗ്രന്ഥമാണല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ നിങ്ങളൊന്ന് വെളിപ്പെടുത്തി തന്നാൽ വളരെ ഉപകാരമായി. യേശു പറഞ്ഞൊന്ന് കോട്ട് ചെയ്തിട്ട് പറയണം. അല്ലാതെ ഈ ന്യായപ്രമാണം എടുത്തിട്ട് യേശു പറഞ്ഞത് പറയരുത്. മീൻസ് നിങ്ങളുടെ ന്യായപ്രമാണം. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളെ സംവദിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് വെളിച്ചം ലഭിക്കുവാൻ. അപ്പോൾ ബൈബിൾ അടിസ്ഥാനമാക്കി തന്നെ വേണമെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള സംവാദങ്ങൾ യഥാർത്ഥമായ രീതിയിൽ, സത്യം മനസ്സിലാക്കുന്ന രീതിയിൽ സംവാദങ്ങൾ ഞാൻ തയ്യാറാണ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നൽകുവാനും തയ്യാറാണ്. അതിന് ദൈവം വഴി നടത്തട്ടെ, ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.